അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെടുന്ന മാതാവിന്റെ മാധ്യസ്ഥതയിൽ ഇന്ന് ഈ പ്രാർത്ഥന കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലത് കർത്താൻ മക്കളെ സ്പർശിക്കണമേ. അടിപ്പണ്ട പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തിയിലേക്ക് ആവശ്യിക്കട്ടെ. എല്ലാ കോശങ്ങളിലും എല്ലാ പെശുകളിലും ഞരമ്പുകളിലും ചുമൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ യേശുക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ, അങ്ങയുടെ മക്കള് ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ, അങ്ങയുടെ മക്കള് ഇന്ന് നടത്തുന്ന യാത്രകൾ, അങ്ങയുടെ മക്കള് ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികൾ, അങ്ങയുടെ മക്കള് ഇന്ന് ഒപ്പിടുന്ന കടലാസുകൾ, രേഖകൾ, കർത്താവെ എല്ലാം നീ അറിയാനും അതുമൂലം ഉണ്ടാകുന്ന എല്ലാവിധ അതും ഈ എന്തിനു വേണ്ടിയാണ് ചെയ്യണത് ആ വിഷയം ലക്ഷ്യം കാണാൻ വേണ്ടി
അത് എത്രയും സ്പീഡായിട്ട് കാണാൻ വേണ്ടിയും സമയ ചുരുക്കത്തിൻ്റെ അമ്മയെ സഞ്ചാരി മാതാവേ, അമ്മ ഇവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായ മക്കൾ, അവിടെ കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ചിലർക്ക് അനക്കമില്ലാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാവും, ചിലർക്ക് രോഗങ്ങൾ മാറാത്ത കാരണം ഉറക്കമില്ലാത്തവരുണ്ടാവും. ഈശോയെ, പലതരത്തിൽ വേദന അനുഭവിക്കുന്നവരും പൊറുക്കാത്ത വ്രണങ്ങളുള്ളവരും ഉച്ചമുള്ളങ്കാരം ഉണ്ടാകുന്ന രോഗങ്ങളൊക്കെ ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആസ്വദിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഈ രജിസ്റ്റർ കച്ചേരിയിലൊക്കെ പോയി പണം കൊടുത്ത് സ്ഥലമൊക്കെ വാങ്ങിച്ച് പ്രമാണം ചെയ്യത്തില്ലേ? പക്ഷെ നമുക്ക് ആ പ്രമാണം ഇവിടെ ഇങ്ങനെ തരത്തിലല്ല കയ്യിൽ. എന്താ പറയണത്? അവർ പറയാം, അപ്പോൾ ആധാരം എഴുത്തുകാരൻ നമ്മൾ പറയും 20 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, അത് കഴിഞ്ഞിട്ട് പോക്കുവരോ ചെയ്തിട്ട് തരാമെന്ന് പറയും. പോക്കുവരവ് നമ്മളൊന്ന് ചെയ്യണം, അല്ലെങ്കിൽ അയാൾ ആധാരം എഴുത്തുകാരൻ തന്നെ പൈസ കൊണ്ട് അടച്ച് ചെയ്തു തരും. പക്ഷേ എന്തിനാണ് 20 ദിവസം എന്ന് പറയണത്? 20 ദിവസം നമുക്ക് ആ പ്രമാണം പൈസ കൊടുത്താണേ, പൈസ കൊടുത്തതാണെങ്കിലും നമുക്ക് പ്രമാണം തരുന്നില്ല. പ്രമാണം ചെയ്തതാണ്, രജിസ്റ്റർ ചെയ്തതാണ്, പക്ഷെ നമുക്ക് കയ്യിൽ തരണില്ല. എന്താ കാര്യം? അതൊരു ഡോർമെൻറ്റ് പീരീഡാണ്. എന്താണ്? ആരെങ്കിലും ആക്ഷേപം ഉന്നയിച്ചാൽ അവർക്കൊരവസരം കൊടുക്കണം. നമ്മൾ പറയും, നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണെങ്കിലും അവകാശികൾ വേറെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി, ആക്ഷേപം ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഗവൺമെൻറ് നിശ്ചയിക്കണമാണത്. അപ്പം അത് നിസ്സാര കാര്യമല്ല. ഈ ആക്ഷേപം ഉന്നയിക്കപ്പെട്ടാലാ നമുക്ക് ടാക്സ് അടക്കാൻ പറ്റത്തില്ല. ആക്ഷേപം റെക്ടിഫൈ ചെയ്യേണ്ടി വരും. അല്ല, അവകാശം ഉണ്ടെങ്കിൽ അവിടെ അവകാശം കൊടുക്കേണ്ടി വരും, പൈസ കൊടുക്കേണ്ടി വരും. അവർക്ക് ആക്ഷേപം ഇല്ലെന്ന് പറയണവരെ ആ സാധനം മുന്നോട്ട് പോകും. എന്നാലും നമുക്ക് പൊക്ക് ഇരവ് ചെയ്ത് നമ്മുടെ ഉടമസ്ഥാവകാശത്തിൽ ക്രയവിക്രയ സ്വാതന്ത്ര്യം കിട്ടത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ലൈഫിൽ നമ്മൾ ദൈവത്തോട് ഇപ്പോൾ ഉടമ്പടി ചെയ്ത് ജീവിക്കുന്ന അനേകം മക്കളുണ്ട്, അല്ലേ? ആ ഉടമ്പടി ദൈവദർശന് രജിസ്റ്റർ ആകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആക്ഷേപരഹിതരായിരിക്കണം. നമ്മുടെ ഉടമ്പടിയിൽ ആരും ആക്ഷേപം ഉന്നയിക്കരുത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട വീട്ടുകാരെ. കാര്യം നമ്മളെന്ത് ആരാണെന്ന് പറഞ്ഞാലും വീട്ടുകാർക്കറിയാം നമ്മൾ ആരാണെന്ന്. പുറമേ നമ്മൾ എന്ത് കാണിച്ചാലും വീട്ടുകാർക്കറിയാം നമ്മൾ യഥാർത്ഥത്തിൽ എന്ത് പുള്ളിയാണെന്ന്. അപ്പം നമ്മൾ ഓരോരുത്തർക്ക് എന്തെങ്കിലും അത്യാവശ്യമൊക്കെ പറഞ്ഞുകൊണ്ട് പൈസ വാങ്ങിക്കും. എന്നിട്ട് പറയും ശമ്പളം കിട്ടുമ്പോൾ താന്ന് പറയും. ശമ്പളം കിട്ടുമ്പോൾ നമ്മൾ അതിന് ബൈക്കാ അല്ല കാറാ വാങ്ങിക്കും. അപ്പോൾ അവരുടെ മക്കൾക്ക് അഡ്മിഷൻ കിട്ടാതെ, നമ്മൾ പൈസ വാങ്ങിച്ച കക്ഷികൾക്ക് മക്കൾക്ക് അഡ്മിഷൻ കിട്ടാതെ അവർ വീട്ടിൽ നിന്ന് വലയും. അപ്പോൾ ഇത് ആക്ഷേപമാണ് ശരിക്കും. എന്താ കാര്യം? നീ അവരോട് പറഞ്ഞത് വഞ്ചന കാണിച്ചു എന്നുള്ളത് ആക്ഷേപം. അപ്പോൾ എന്ത് പറ്റും? നിൻ്റെ ഉടമ്പടി രജിസ്റ്റർ ആകത്തില്ല. ഇനി ഉടമ്പടി എടുത്തില്ലെങ്കിലും എന്താ പറയുക, നിൻ്റെ പ്രാർത്ഥനകളൊന്നും രജിസ്റ്റർ ആകത്തില്ല. ഉടമ്പടി എടുത്താൽ അപ്പോൾ നിങ്ങളോർക്കും ആക്ഷേപം ഉന്നയിച്ചാൽ ഉടമ്പടി എടുത്താലേ പ്രശ്നമാണ്. അങ്ങനെയല്ല. പ്രാർത്ഥനാ ജീവിതത്തിൽ നീ ഉടമ്പടി എടുക്കണില്ലെന്ന് വിചാരിച്ചോ, പ്രാർത്ഥനാ ജീവിതത്തിൽ നിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടത്തില്ല. എന്താ കാര്യം? അതിനുള്ള ആക്ഷേപമുണ്ട്. അതാണ് റോമ 4:8 പറയണത്. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. ഏറ്റവും നല്ലത് ആക്ഷേപരഹിതമായത് ഇത് വീട്ടുകാരനേക്കാൾ പ്രശ്നമാണ് കർത്താവ്. നമ്മൾ എത്ര വലിയ പൊന്നും കൂടമാണെന്ന് പറഞ്ഞാലും കർത്താവ് നിന്നോട് കുറ്റമില്ലാത്തവനാണെന്ന് പറയുന്നിടത്ത് വരെ നമ്മുടെ പ്രാർത്ഥനകൾ അതിൻ്റെ മറുപടി പമ്മാൻ സാധ്യതയുണ്ട്. പല ആൾക്കാരുടെയും പ്രാർത്ഥനകൾ പമ്മുമ്പോഴേ നമ്മളെപ്പോഴും ഓർക്കേണ്ട, ഉത്തരം കിട്ടാതെ എപ്പോഴും താമസിക്കുമ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റാത്തപ്പോഴും ഒക്കെ ആധ്യാത്മിക വരൾച്ച തോന്നുമ്പോഴൊക്കെ ഓർക്കണം, നമ്മുടെ മേലെ ആക്ഷേപം ഉണ്ടോ എന്ന് നോക്കണം. മുൻപ് കാലത്തെ ഏറ്റവും വലിയൊരു നടപടിക്രമമാണ് ദൈവം നമ്മുടെ മേലെ ആക്ഷേപം ഉന്നയിക്കാതിരിക്കാനുള്ള മാർഗത്തിലേക്ക് നമ്മൾ ആത്മാവിനെ പരിവർത്തനം ചെയ്യേണ്ടതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ആദ്യമായി ഇവിടെ വരാനുണ്ടായ കാര്യം പറയുമ്പോൾ എൻ്റെ പേര് പറഞ്ഞിട്ട് പറയുന്നതായിരിക്കും നല്ല. ബേബിക്കുട്ടി തോമസ് എന്നാണ്. ഞാൻ ഹോളി ഫാമിലി ചർച്ച് മാന്നില ഇടവകയാണ്. താമസിക്കുന്നത് എറണാകുളത്താണ്. 26/4/25 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വേണ്ടി ഇവിടെ വരുന്നത്.
അതും നമ്മുടെ ഒരു ഭയങ്കര വിഷമ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ അച്ഛൻ പറഞ്ഞ പോലെ നമ്മുടെ കഴിവിനപ്പുറത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലാത്ത പോലെ അത്രയും വന്നപ്പോൾ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്ന 5ാമത്തെ രഹസ്യം ചൊല്ലി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കൃപാസനം ഉള്ളപ്പോൾ എന്തിനാ നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവിടത്തേക്ക് ഒരു ആകർഷണമാകാൻ പാടില്ലേ എന്നിങ്ങനെ എൻ്റെ മനസ്സിൽ ആരോ ചോദിച്ച പോലെ ഞാനോട്ട് എനിക്ക് തോന്നിയതായിരിക്കും. ശരിയാണല്ലോ, കൃപാസനം ഞാൻ കേട്ടിട്ടുണ്ട്, ആലപ്പുഴയാണ്, എല്ലാ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ വരാൻ സാധിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും പറയും, കർത്താവ് ആകർഷിക്കാതെ ആരും എൻ്റെ പിതാവിൻ്റെ പക്കൽ എത്തുകയില്ലെന്ന് പറഞ്ഞതുപോലത്തെ ഒരു വലിയായിരുന്നു. ദൈവമേ, നേരെ ഒന്ന് വെളുത്താൽ മതി എന്നുള്ള മട്ടിലായിരുന്നു. 7 മണിയായപ്പോൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടാണ് അന്ന് പോയത്. അതിനെക്കുറിച്ച് ക്ലാസ് കേട്ടിട്ട് പിന്നെയും മനസ്സിലാകാത്ത കാരണം വീണ്ടും ചോദിച്ച് ഞാൻ ആ പറഞ്ഞതെല്ലാം എഴുതി വെച്ച് വായിച്ചിട്ട് എപ്പോഴും ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ നമുക്കറിയത്തില്ല. ഈശോയുടെ അടുക്ക് കരുണക്കൊന്ത ചൊല്ലും, ജപമാല ചൊല്ലുമെങ്കിലും ചോദിക്കാനെല്ലാം പേടിയായിരുന്നു. ദാനമായിട്ടിരിക്കെ എന്തിനാണ് ചോദിക്കുന്നത്, നമുക്ക് ചോദിക്കാൻ അർഹതയില്ലെന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ കൽഭരണിയിൽ വെള്ളം നിറയ്ക്കാതെ ഒരിക്കലും കിട്ടത്തില്ല. ആ ഒരു കൽഭരണിയുമായിട്ടാണ് ശരിക്കും അമ്മ ഈ 6 കൽഭരണി കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നു, ദൈവമേ ഇത്രയും സ്പേസ് ഉള്ള ഒരു സ്ഥലം ഇട്ടിട്ട് നമ്മളൊക്കെ എങ്ങോട്ടാണ് ഓടിപ്പോയെന്ന്. ഞാൻ എൻ്റെ ഒരു ഇതിൽ എല്ലാത്തിലും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നു, ആർക്കൊക്കെ എന്തൊക്കെ ലഭിച്ചിട്ടില്ല എന്നും ഈ 6 കാര്യം നിയോഗം ഒന്നും അല്ലാതെ ഇവിടെ വന്ന് ഇപ്പം ഇവിടെ 2ാം പ്രാവശ്യമാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഇവിടെ ഒന്ന് വരിക എന്ന് അവിടെ കാല് കുത്തിയപ്പോൾ തന്നെ മേല് എന്തോ കുളിര് കോരുന്ന അനുഭവം പോലെ വരികയും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ അമ്മേനെ കണ്ടപ്പോൾ എന്താ എന്നെ വരാൻ താമസമെന്നോ എന്തൊക്കെ എന്നോട് ചോദിക്കുന്നുമല്ലോ. അപ്പോൾ ഞാൻ അറിയത്തില്ലായിരുന്നു അമ്മ. ഇനി ഞാൻ ഒരിക്കലും ഇപ്പം ഞാൻ സാക്ഷിയായിട്ട് പറയുകയാണ്, അന്ന് ഈ കാശ് രൂപം ഞാൻ എൻ്റെ കഴുത്തിലിട്ട് 26/4/25 ഇനി എനിക്ക് കിട്ടിയ അനുഭവം കൂടി പറയണമല്ലോ, എപ്പോഴാണ് ശരിക്കും മനസ്സിലാകുന്നത്. കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് നിയോഗമൊക്കെ എഴുതി ഇവിടെ അനുഭവം എഴുതി 6 എഴുതുമ്പം അന്ന് എനിക്കറിയില്ല, ഞാൻ എൻ്റെ വിഷമങ്ങളൊക്കെ എഴുതി. ഏറ്റവും അവസാനം 5ാമത്തെ എഴുതിയപ്പോഴവിടുത്തെ ദൈവമേ ഇവിടെ ഈ എഴുതിയേക്കുന്ന കാര്യങ്ങൾ പാലിക്കാനുള്ള അനുഗ്രഹം ചോദിച്ചില്ല. അത് നമ്മുടെ കഴിവിനപ്പുറമാണെന്ന് എനിക്കറിയാം. കുർബാന മുടങ്ങിപ്പോവും, ചിലപ്പോൾ ജപമാല മുടങ്ങിപ്പോയെങ്കിലൊക്കെ നമ്മൾ അതും കൂടെ എഴുതണമെന്ന് അങ്ങനെ വിചാരിച്ചു. പോയി 3 മാസം വരെ ഒരിക്കലും ഞാൻ പറയാം ദൈവം അനുഗ്രഹിച്ച് ഇന്ന് വരെ അത് മുടക്കിയിട്ടില്ല എന്നുള്ളത്. അന്ന് തൊട്ട് ഇന്ന് വരെ 5:30 എന്നൊരു മണിയുണ്ടെങ്കിൽ 5:00 അല്ലെങ്കിൽ ചിലപ്പോൾ 5:15 എണ്ണീറ്റാലും ഇത് ചൊല്ലിക്കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞ ഒരു കട്ടൻ കാപ്പി കുടിക്കത്തുള്ളൂ. ഈശോയ്ക്ക് ആദ്യമേ കാപ്പി കൊടുത്തിട്ട് ഞാൻ കുടിക്കാറുള്ളൂ. ഞാൻ ഈശോയോട് എപ്പോഴും പറയും, ഇതൊരു ക്ലാസ്സാണ്. ശരിക്കും സ്വർഗത്തിലേക്ക് പോകാൻ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലും ഊട്ടിയിലും ഒക്കെ പിള്ളേരെ കൊണ്ട് പഠിപ്പിക്കുന്നെന്ന് പറഞ്ഞ പോലെ അച്ഛൻ ദൈവത്താൽ ആകർഷിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. ഇതൊന്നും ഇവിടുത്തെ ഒന്നും അല്ലാതെ നമ്മളിങ്ങനെ രൂപീകരിക്കപ്പെട്ട ഒരു സ്കൂൾ ഓഫ് ഇതുണ്ട് ഇവിടെ. എത്രയോ പേര് പറയുന്നു 5:30 മുട്ടുകുത്തുന്ന കാര്യങ്ങളും. ഒത്തിരി പേരെ ഞാൻ ഉടമ്പടിയിലേക്ക് ഇവിടെ കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട്, പൈസ കൊണ്ടും അല്ലാതെയൊക്കെ. ഞാൻ പറയുന്നു ഇതൊരു സ്കൂൾ ഓഫ് എനർജിയാണ്. അച്ഛൻ ഓരോ പ്രാവശ്യം പറയും, ഈ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും നമ്മൾ ഞാനങ്ങ് ഇതായിപ്പോയി. ഈ ഡെയിലി രാവിലത്തെ ആ പ്രാർത്ഥന കേട്ടിട്ട് അപ്പൻ ജോലിക്ക് പോകുമ്പോൾ അമ്മയും മക്കളും വൈകുന്നേരം എന്ത് കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്നത് പോലെ ആണ് ഈ മക്കൾ എൻ്റെ പ്രാർത്ഥന കേൾക്കാനിരിക്കുന്നത് ഈശോയെന്ന്. ശരിക്കും ഒരമ്മ പ്രാർത്ഥിക്കുന്നതാണ്, ഒരച്ഛൻ പ്രാർത്ഥിക്കുന്നതല്ല. നമ്മൾ പറയില്ലേ മോനെ നന്നാവുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് ഈ 5 ദിവസം വിശ്വാസത്തിൻ്റെയാണ് അച്ഛൻ പറഞ്ഞു തന്നത്. ഓരോ പടി പറയുമ്പോഴും ഓർക്കും അവിടം വരെ എത്തിയിട്ടില്ല, അതിൻ്റെ ഒരു സ്റ്റെപ്പ് കയറാൻ അനുവദിക്കട്ടെ എന്ന്. അങ്ങനെ ഞാൻ പറയുന്നത് ആർക്കെങ്കിലും വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാനോ അല്ലെങ്കിൽ എല്ലാവരോടും നമ്മൾ വാക്കുകൊണ്ടൊന്ന് പറയാനെങ്കിലും ബാധ്യസ്ഥരായിരിക്കണം. ചങ്ക് പൊട്ടിയാണ് ഇവിടുത്തെ ആൾക്കാരും മധ്യസ്ഥ പ്രവർത്തകരും അതുപോലെ അച്ഛനൊക്കെ ഞാൻ വന്ന് ഈശോയോട് ചോദിച്ചിട്ടുണ്ട്, ഈശോ എന്താണ് ഈ അച്ഛനെ ഒന്ന് വിശുദ്ധനാക്കി കേൾക്കുന്നതെന്ന്. സത്യം പറയുക, എന്താണ് അതിൽ കളയാനുള്ളതെന്ന് ഞാൻ ഓർക്കും. ചിലതെടുക്കുമ്പോൾ നമ്മൾ പറയില്ലേ ഒന്നും കളയാനില്ലെന്ന് പറഞ്ഞ പോലെ ധ്യാനം കേട്ടിട്ട് 2ാമത് കേൾക്കുമ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും വിട്ടുപോയായിരുന്നു. അത്രയും ആഴത്തിലേക്ക് വലിച്ചു കൊണ്ടുവരുവാണ്. ഒരെണ്ണം പോലും നഷ്ടപ്പെട്ടു പോകാതെ ദൈവത്തിൽ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് നമുക്ക് തരുന്ന ആ വാഗ്ദാനം സത്യം പറഞ്ഞ അമ്മ മാതാവിൻ്റെ മുന്നിൽ ഇവിടെ സാക്ഷീകരിക്കപ്പെടുകയാണ്. എൻ്റെ മക്കളൊന്നും നഷ്ടപ്പെട്ടു പോകല്ലേ. ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ഒന്നുമല്ലല്ലോ അച്ഛൻ പറയുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുന്നതും അമ്മയെ കണ്ട ഞാൻ പറയുന്നു നിങ്ങൾക്കും അമ്മയെ കാണാം.
എത്രയോ പേര് കണ്ടവർ പറയുന്നുണ്ട്, എന്നെ നോക്കണ്ട, എത്രയോ പേര്. ഞാൻ എൻ്റെ സാക്ഷിയൊന്ന് പറയുവാണ്. കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച നിയോഗം എഴുതിയതിൻ്റെ അനുഭവം പറയുന്നത്. ഞാനിവിടെ വന്നപ്പോൾ ഇത് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്നു, ഈശോ ഇവിടെ വന്നതിൽ പള്ളിയിൽ ചെന്നാലും ഏറ്റവും വലിയ പാവിയും ഏറ്റവും പൊട്ടത്തിയും ഞാനാണെന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത്. ഓരോരുത്തരിൽ എന്തെല്ലാം കഴിവുകളുണ്ട്, അതനുസരിച്ച് നോക്കുമ്പോൾ നമ്മളെവിടെയോ ഒന്നും ആയിട്ടില്ല. അപ്പം ആ പുറത്ത് നിൽക്കുന്ന യോഗ്യതയില്ലാത്ത നമ്മളെ വരിച്ച് ആഗ്രഹം മൂലമാണ് ഈശോയെ മുന്നിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇപ്പം പറയത്തില്ലേ, ബട്ട് നമ്മുടെ ഗ്രേസിൽ ആശ്രയിച്ചുകൊണ്ട് ഞാനൊന്നും അല്ല എന്ന് പറഞ്ഞ് സറണ്ടർ ചെയ്യുമ്പോൾ ഒരു പട്ടാളക്കാരൻ്റെ കൈ പൊക്കി കഴിഞ്ഞാൽ വെടിവെക്കുമോ? അപ്പോൾ അതുപോലെ ഓർത്താൽ മതി, എൻ്റെ ഈശോ എൻ്റെ കഴിവുകളെല്ലാം തീർന്നു, എൻ്റെ അമ്മ ഈശോയോട് ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ലഭിച്ചതാണ് ഞാൻ പറയുന്നത്. കണ്ണിൻ്റെ 2 വശത്ത് നിറയെ കുരുണ്ടായിരുന്നു ഇവിടെ വരുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞു ഈ ഐ ഗ്ലാസ് വയ്ക്കുന്നതിൻ്റെ അലർജിയാണെന്നൊക്കെ. അപ്പോൾ ഞാനും ഓർത്തു ഇനി അതാണെങ്കിൽ ഇനി എന്തേലും ആട്ടെ, ഇങ്ങനെ പതുക്കെ വിട്ടു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഞാനോർത്ത് ദൈവമേ വിശുദ്ധ തൈലം കയ്യിലിരുന്നിട്ടാണോ ഞാനിത് ചെയ്യാതിരുന്നതെന്ന് ഓർത്ത് അന്ന് തൊട്ട് പുരട്ടും. ചില ദിവസം ചിലപ്പോൾ മറന്നു പോകും. നെറ്റിയെ കുരിശ് വരച്ചാൽ അപ്പം തന്നെ 2 കൈ കൊണ്ട് ഇവിടെ വരച്ചിട്ട് പറയും ഇതെനിക്ക് സാക്ഷ്യമാക്കി തരുമല്ലോ എന്ന്. പിന്നെ ഞാൻ മറന്നു. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ കിട്ടിയ അനുഗ്രഹങ്ങൾ എഴുതാൻ പറഞ്ഞപ്പോൾ ഞാൻ തൊട്ട് നോക്കിയപ്പോൾ അതവിടെ കണ്ടില്ല. അമ്മ അത് പെറുക്കിക്കളഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല, ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് വിശുദ്ധ തൈലത്തിൻ്റെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ കൃപാസനത്തിൻ്റെ ഉപ്പിൻ്റെ അനുഗ്രഹം ഒത്തിരി പേര് സാക്ഷ്യത്തിലൊക്കെ കേൾക്കുമ്പോൾ ഓർത്തിട്ടുണ്ട്. ഞങ്ങളുടെ 7 വർഷമായിട്ട് പാർട്ടീഷൻ ശരിയാവാതെ ഇരിക്കുകയായിരുന്നു. അപ്പം പല കാര്യങ്ങൾ വന്ന് ഏറ്റവും തൊട്ടടുത്ത് വരും, അത് മാറിപ്പോവും. അപ്പം ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ ഈ പ്രാവശ്യം എല്ലാവരും കൂടെ കൂടുന്നു, സീരിയസ് ആയിട്ടുള്ളൊരു ടോക്കാണ്. അതിന് മുകളിലേക്ക് അധികാരികളൊക്കെ ബന്ധപ്പെട്ട് നടക്കുകയാണ്. ഇപ്പം ഞാൻ ഈ കൃപാസനത്തിൻ്റെ ഉപ്പ് എടുത്തുകൊണ്ട് പോയിട്ട് ആ സ്റ്റെപ്പ് ഞങ്ങളുടെ ആ ഓഫീസിലേക്ക് കയറുന്ന അവിടം തൊട്ട് സ്റ്റെപ്പിൽ ഞാൻ ഇടിച്ചിട്ട് മാനേജർ ഇരിക്കുന്ന റൂമിൽ വരെ വിളിച്ചിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയും അമ്മ ഇതുവഴി ചവിട്ടി പോകുന്നത് പോലെ ഇപ്പോൾ എൻ്റെ കൂടെ വന്നിരിക്കുന്ന നിങ്ങൾ 2 പേരും 12 സ്ലീഹന്മാർ ഉൾപ്പെടെയുള്ളവരെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ 14+ ഞാനൊന്ന് 15 ബാക്കി കല്യാണത്തിന് വന്നിരിക്കുന്ന ആൾക്കാരാണ്. അവർ പറയണം ഇതുപോലെ ഒരു വീഞ്ഞ് രുചിച്ച് നോക്കിയിട്ടില്ലെന്ന്. ഇതാ അമ്മ എൻ്റെ സാക്ഷിയെന്ന് പറഞ്ഞ് ഞാൻ കയറിപ്പോയി. ആരും ഈ ഉപ്പ ചവിട്ടാതെ മോളി വരരുതെന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. 100 വിശ്വാസപ്രമാണം കഴിവതും എല്ലാ ദിവസവും തന്നെ ചെല്ലാതുണ്ട്. ചിലപ്പോൾ എങ്ങനെ മുടങ്ങിപ്പോയിട്ട് 325 നന്മഞ്ഞറിയുമ്പോൾ ചെല്ലും. അപ്പോൾ ആരെങ്കിലും ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ല, പണ്ട് അത്രയും സമയമില്ലായിരുന്നു, ആർക്കെങ്കിലും ഇന്ന് കൊന്ത ചെല്ലാൻ പറ്റിയിട്ടില്ലെങ്കിൽ അങ്ങോട്ട് കൊടുത്തരും. ഇങ്ങനെ നമുക്കൊന്ന് നികത്തി ഒരമ്മ പാത്രത്തിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ഞാൻ പറയും, ഇഡലിയുടെ മാവ് ഒഴിക്കുന്ന പോലെ ഞാൻ ഒഴിക്കുന്നത്. എവിടെയെങ്കിലും അൺഫില്ലാണെങ്കിൽ മാതാവേ ഒന്ന് ഫില്ല് ചെയ്തേക്കണം. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 7 വർഷം കിടന്നത് 4.5 മണിക്കൂറിനുള്ളിൽ സംസാരിച്ച് ഞങ്ങളവിടെ എഗ്രിമെൻറ്റിന് ഒപ്പിട്ടെന്നുള്ളതാണ്. പിന്നെ അടുത്ത ഇതിൽ പറയുന്നത് ഈ കൃപാസനത്തിൻ്റെ ഈ കാശുരൂപം കിട്ടിയപ്പോൾ ബാഗിലിട്ടുകൊണ്ട് ഞാനോർത്ത് എൻ്റെ ദൈവം എങ്ങനെയെങ്ങാനും പോയെങ്കിൽ എന്തെടുക്കും, ഇത് എവിടെയാണ് വെക്കുന്നതെന്ന് ഒന്ന് സൂക്ഷിക്കാൻ നല്ലൊരു സ്ഥലം കാണിച്ചു തരണേന്ന് ഞാനിങ്ങനെ കൈപിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ കഴുത്തിലിട്ടുകൊണ്ട് പോകുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അയ്യോ എനിക്കത് ഭയങ്കര സന്തോഷമായി, കഴുത്തിലിട്ടാൽ മതിയില്ല, അപ്പോൾ എൻ്റെ 24 hours എൻ്റെ കൂട്ടത്തിൽ കാണുമല്ലോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അലൂമിനിയത്തിൻ്റെ ആയതുകൊണ്ട് അത് ഇച്ചിരി അകന്നപ്പോൾ എനിക്കൊരു പേടി, എങ്ങനെ അച്ഛൻ പറഞ്ഞാൽ മിസ്സായി പോകാൻ പാടില്ല, കളർ പോയാൽ മാത്രമേ മാറ്റി തരുള്ളൂ. അപ്പോൾ എന്താ ഇതെന്ന് പറയുന്നത്, നമ്മൾ തന്നെയാണെന്നുള്ള മട്ടിലാണ് ഇതിനെ സൂക്ഷിക്കുന്നത്. കുളിക്കാൻ പോകുമ്പോൾ ഊരി വെക്കാൻ പോലും പേടിയാണ്, അമ്മയില്ലാതെ എങ്ങനെ അത്രയും നേരമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ് സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞപ്പോൾ ഈ അലൂമിനിയം മാറ്റി ഒന്ന് സ്വർണ്ണമാക്കി തരാമോ, അങ്ങനെയാണെങ്കിൽ പോകത്തില്ലല്ലോ എന്ന് പറഞ്ഞു. സത്യം ഞാനത് പറഞ്ഞു പിറ്റേ ദിവസം തന്നെ ഞാൻ അത്ഭുതം പറയുവാണ്. ഞാൻ വിചാരിക്കാത്ത ആൾ തന്നെ, അതത് തരുമെന്ന് വിചാരിക്കാത്ത ആളാണ് അതിടാൻ അതിൻ്റെ മാലയും അതേ കൂട്ടിയുള്ള ഇതും. ഞാൻ അമ്മയോട് ചോദിച്ചു, സത്യം തന്നെയാണോ, എനിക്ക് തന്നെയാണോ ഇത്? അന്നേരം അമ്മ പറഞ്ഞ്, ചോദിച്ചതെന്നാ, എന്നെ കൊണ്ട് നടക്കാൻ ഒരു പേടകമല്ലേ, അത് ഫുള്ള് സ്വർണത്തിൻ്റെ ആയിക്കോട്ടെ എന്നൊന്ന് ആലോചിച്ച്. ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെയും ഈ സാധനം ഊരി വെച്ചിട്ടില്ല, കൂടെ കൊണ്ട് നടക്കുക. വിശ്വാസപ്രമാണം ചെല്ലുമ്പോഴും രാവിലെ എണീക്കുമ്പോഴും ആരോടെങ്കിലും സംസാരിക്കുമ്പോഴും ഉടനെ എടുത്ത് മുത്തിയിട്ട് പറയും, ഞാനിപ്പോൾ എവിടെ വെച്ച് ഇപ്പോൾ പള്ളിയിൽ വചനം വായിക്കാനൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്, ഇതൊന്നും എൻ്റെ സ്വപ്നത്തിൽ പറ്റുന്നതല്ലായിരുന്നു, എനിക്ക് അറിവില്ലായിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള ഇതൊന്നും യോഗ്യതയൊന്നും നമുക്കില്ല. അപ്പോൾ അതെന്നെ കൊണ്ട് സാധിപ്പിച്ചു. പിന്നെ POC പോയി ക്ലാസ്സിന് പോയി 2 വർഷത്തെ കോഴ്സ് പഠിക്കാൻ പറ്റി, വിറ്റ്നസ് ഓഫ് മേഴ്സി. അവിടെ എല്ലാ സ്റ്റുഡൻസും അതുപോലെ തന്നെ ഇതൊക്കെ ആയിട്ടുള്ള സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു.
മാതാവ് അവിടെ 92% മാർക്കോട് കൂടി മാമോദീസ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോയെന്നൊക്കെ അല്ലാതെ അതിൻ്റെ ആഴം മനസ്സിലാക്കുക, ഓരോ കൂദാശയുടെ ആഴം മനസ്സിലാക്കാനും പഠിക്കാനും ഇന്നത് പഠിപ്പിക്കാനും ദൈവം എന്നെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയും, ഒന്നും അറിയാത്തവരെ കൊണ്ടുപോയി എവിടെയൊക്കെ വലിച്ചടിപ്പിച്ച് കിടക്കുന്നതിനെല്ലാം ചേർത്ത് വെച്ച് മുത്തും മാലയാക്കി തന്ന് കൊളുത്ത് വെച്ച് തരുന്ന ഒരമ്മ നമുക്ക് കാവലുണ്ട്. പിന്നെ അടുത്ത ഒരു സാക്ഷ്യത്തിൽ ഇത് കിട്ടിയ അനുഗ്രഹം, കടബാധ്യത ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറേ. അപ്പം കുറേ പണയം എടുക്കാനായിട്ട് ഒക്കെ സാധിച്ചു. അതുപോലെ 4.5 ലക്ഷം രൂപയോളം എൻ്റെ ഒരു കസിൻ ചേച്ചിക്ക് ഞാനിങ്ങനെ, അവർ ചോദിക്കുകയൊന്നുമില്ല, എന്നാൽ എനിക്കറിയാലോ അത് കൊടുക്കണം. ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അമ്മ പറഞ്ഞു 450 നന്മ പറഞ്ഞു പറയുമ്പോൾ ചെല്ലിയ എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. 450 നന്മ പറഞ്ഞു പറയുമ്പോൾ ആയില്ല, 310 ആയപ്പോഴത്തേക്കും പേര് ഞാൻ പറയുന്നില്ല, വേറൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ ഞാൻ എന്നോട് പ്രാർത്ഥിച്ചാണ് വിസയൊക്കെ ശരിയായി. അപ്പോൾ ഞാനൊരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് പൈസ വെച്ച് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് വേറെ ആർക്കും അല്ല, അത് ഞാൻ ചേച്ചിക്ക് അയച്ചു തരുവാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ അത് ഉടനെ തിരിച്ചും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, തിരിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞില്ല, ഉള്ള സമയത്ത് തിരിച്ചു തന്നാൽ മതി, എനിക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ ആ കടബാധ്യത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും. പിന്നെ പ്രവർത്തനത്തിൻ്റെ ഇത് പറയുമ്പോൾ പറയുന്നത്, ഞങ്ങൾക്കൊരു 2 കാറുണ്ടായിരുന്നു. അതിലൊരു കാറ് ഞാൻ ഈശോയോട് പറഞ്ഞു, കർത്താവിൻ്റെ വാഹനമായിട്ട് പോകുന്നിടത്തെല്ലാം കൊണ്ട് എന്താ ചെയ്യണ്ടേ. അങ്ങനെ നോക്കിയപ്പോൾ ഒരു ട്രസ്റ്റിലേക്ക് വേണ്ടി അച്ഛന്മാരൊക്കെ പോകുന്ന ടാക്സി പിടിച്ചായിരുന്നു. അതുങ്ങൾക്ക് അങ്ങനെ അത്ര പൈസയൊന്നും ഉള്ള ഒരു ഇതല്ല. അപ്പോൾ അതിൽ ആ ട്രസ്റ്റിലേക്ക് കൊടുക്കാൻ പറ്റി. അപ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് ജീവിതത്തിൽ ചിലപ്പോൾ ചെയ്യാനേ പറ്റത്തില്ല. പിന്നെ അതുപോലെ ഞങ്ങളുടെ ബന്ധുക്കളും എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ളവർക്കൊക്കെ ഒത്തിരി ഗൾഫിലുള്ളവർക്കൊക്കെ കുറേ ഡ്രസ്സൊക്കെ അവരുടെ നല്ല നല്ല ഡ്രസ്സ്, അപ്പോൾ ഞാൻ അവിടെ വീട്ടിൽ ചെന്ന് മേടിച്ചിട്ട് ഓരോരുത്തരുടെ പ്രായം അനുസരിച്ചുള്ളവർക്ക് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. IELTS, ജർമ്മൻ കോഴ്സ്, പാസ്പോർട്ട് ഇല്ലാത്തവരൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. ഞങ്ങൾക്ക് അതിനുവേണ്ടി പോവുക, പ്രാർത്ഥിക്കണമെന്ന്. പൈസയുടെ കാര്യം നോക്കാൻ പോകുന്നേ ഉള്ളെന്ന് പറയും. എവിടുന്നോ എൻ്റെ മനസ്സിൽ, അപ്പോൾ നമുക്ക് ഇപ്പം വലിയ അത്യാവശ്യമില്ലാത്ത എന്തെങ്കിലും കാണിച്ചു തരും. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള മക്കളെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ സഹായിക്കുന്നത്. അവർക്ക് കൊടുക്കുന്നത് ഒരു ജീവിതമാണ്, അല്ലാതെ ഒരു സാരിയോ ബ്ലൗസോ അല്ല. ഒരു എക്സാം പാസ്സായി കഴിഞ്ഞാൽ ഒരു കുടുംബം രക്ഷപ്പെട്ടു. അങ്ങനെ ഓർത്ത് പാസ്പോർട്ട് ഇല്ലാത്തവർക്ക് 450 രൂപയൊക്കെ പണ്ട് പറയുന്നത്, ഇപ്പോൾ പൈസയൊക്കെ അങ്ങ് ഒത്തിരി മാറി. അപ്പം പറയും ധൈര്യമായിട്ട് പോകും, പാസ്പോർട്ടിൻ്റെ എല്ലാം ശരിയായി കഴിയുമ്പോൾ വിളിക്കുക, എങ്ങനെയെങ്കിലും ഈശോ എനിക്കത് തരുന്നത് എൻ്റെ കയ്യിലുണ്ടായിട്ടല്ല. എപ്പോഴും പറയുന്ന ഒരു കാര്യം ഞാൻ സത്യമായിട്ട് പറയുക, ഈശോയെ ഏറ്റവും പൊട്ടത്തി ഞാനാണെന്ന് പറഞ്ഞപ്പോഴാണ് ദൈവം എന്നെ തൊട്ടത്. നമ്മുടെ അറിവുകളില്ല എന്ന് സമ്മതിക്കുന്നിടത്തു നിന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ദൈവം. അത് ഞാൻ അനുഭവിച്ചറിഞ്ഞ എല്ലാവരോടും പറയാം. എനിക്ക് ബൈബിള് വായിക്കണമെന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് നോക്കി വായിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. കർത്താവിനോട് 41 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചിട്ട് 10 കോട്ട് ചെയ്ത് പറയുമ്പോൾ ബാക്കി എന്താ ഈ വചനത്തിൽ ഇങ്ങനെ പോയി വരും. ഞാൻ ഈശോയോട് പറഞ്ഞു, കർത്താവ് 10 എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ 41ാമത്തെ ദിവസം കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ഞാൻ പതുക്കെ അങ്ങ് ഉറങ്ങിപ്പോയപ്പോൾ മുന്നിൽ നിന്ന് ഒരാൾ പറയുക, ഈ 10 വചനം മതിയോ? അപ്പോൾ ഞാൻ 10 വചനം പോരാ, പക്ഷേ 10എങ്കിലും. അപ്പോൾ നാക്കയിലേക്ക് ഒരു തണുപ്പ് വന്നിട്ട് സത്യമായിട്ട് ഞാൻ പറയുക, കർത്താവ് അന്നേരം പറഞ്ഞു, ഞാൻ അന്നേരം പറയേണ്ടത് വായുടെ തുമ്പത്ത് തോന്നിക്കുന്ന ഒരു കർത്താവുണ്ട്. വേഗം ഓടണ്ട, തിടുക്കം കൂടണ്ട, പതുക്കെ നടന്നാൽ മതി. നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയച്ച് ആ കളം ശരിയാക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇന്ന് ദൈവം അനുഗ്രഹിച്ച എല്ലാവരെയും കേൾക്കാനും അതുപോലെ രോഗികളെയൊക്കെ ഒന്നും ഇങ്ങനെ കൂടെ പോകാനായിട്ട് ചിലപ്പോൾ ലേഡീസ് ആയിരിക്കും, അവരുടെ കൂട്ടത്തിൽ ജെൻസിനെ അകത്ത് കയറ്റത്തില്ല. അപ്പോൾ എനിക്ക് പറ്റുന്ന സ്ഥലത്തൊക്കെ ഞാൻ അങ്ങോട്ട് വിളിച്ച് പറയും, നിങ്ങൾ റെസ്റ്റ് ചെയ്തോ. ഞാൻ അവിടെ നിന്ന് അവരെ കുളിപ്പിച്ച് കൊന്തയൊക്കെ ചൊല്ലി അവരെ ഉറക്കിയ ശേഷം എനിക്ക് വരാൻ തമ്പുരാൻ കൃപ അനുവദിച്ചിട്ടുണ്ട്. ഒത്തിരി മരിക്കുന്നവരോട് ഞാൻ എപ്പോഴും ഓർക്കും, മദർ തെരേസ പറഞ്ഞ്, മരിക്കുന്നതിന് മുമ്പ് ഒരു ചിരി കൊടുക്കാൻ പറ്റുമോ? ഒരു പുഞ്ചിരി അവരുടെ ഇന്ന് വരും, അതാണ് എൻ്റെ ലക്ഷ്യമെന്ന്. അതുപോലെ ഇതാ എൻ്റെ കർത്താവിൻ്റെ ശരീരമെന്ന് പറഞ്ഞ മദർ തെരേസ ഓരോരുത്തരുടെ ടേബിളിൽ കൊണ്ട് കിടക്കുന്നു. ഇതൊക്കെ നമുക്കും അനുഭവം. മദർ തെരേസ പറയുന്നുണ്ട്, ഒരമ്മയാകണമെന്നില്ല, പ്രസവിക്കണമെന്നില്ല അമ്മയാകാൻ. അതാണ് ഞാൻ എടുത്തത്. 12 വയസ്സിന് മുകളിലുള്ള ആര് വന്നാലും ഈശോ എപ്പോഴും കാണിച്ചു തരും, ഇത് 12 വയസ്സുള്ള കാണാതെ പോയ ആ ശിശുവാണ്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ വേല ചെയ്യുവാന്ന് കൂട്ടിക്കൊണ്ടിരുന്നോളാൻ. അന്ന് തൊട്ട് പ്രായമായവരെയും ആണാണോ പെണ്ണാന്നൊക്കെ നോക്കാതെ ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ കുറേ സാധ്യതകൾ വന്നിട്ടുണ്ട്. കുളിപ്പിക്കാനും കിടത്താനും അതുപോലെ കാലൊക്കെ തിരുമ്മി കൊടുക്കാൻ പറ്റത്തില്ലാത്ത ഒരു അച്ചായനെ കുളിപ്പിച്ചപ്പോൾ അച്ചായൻ പറയാം, 2 വർഷമായിട്ട് എൻ്റെ പുറത്ത് വെള്ളം വീഴുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഷവറിൽ നിൽക്കുന്നതാണ്, ബട്ട് അവിടെ വെള്ളം വീഴുന്നുണ്ടോയെന്ന് അറിയുന്നില്ല എന്ന്. തേച്ച് കുളിപ്പിച്ചപ്പോൾ കരയുവാണ്. 2 വർഷമായി മോളെ എൻ്റെ ദേഹത്ത് ശരിക്കും വെള്ളം വീണിട്ടുണ്ടെന്ന്. ഇതും മനുഷ്യർ തന്നെയാണ്.
സ്ത്രീകൾ പിന്നെ പറയും എൻ്റെ കാല് വേദന എടുക്കുന്നത്, പുരുഷന്മാർ ഒരിക്കലും പറയില്ല. അപ്പം ഞാൻ ഈശോയോട് പറയും, കർത്താവ് ഇതുപോലത്തെ ഔസേപിതാക്കളൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട്. വരെ മുറുക്കി എടുത്തിട്ട് ചോദിക്കാൻ പറ്റാത്തവരുണ്ട്, കണ്ടുപിടിച്ച് കൊടുക്കാൻ ഈശോയോട് പറഞ്ഞാൽ മതി, ഈശോ കാണിച്ചു തരും. ഒത്തിരി അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം ഒരു വചനമെങ്കിലും ആരോടെങ്കിലും പറയാൻ പറ്റണമെന്ന് ധ്യാനത്തിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചാൽ ഇന്ന് ഇൻ്റർനെറ്റും കാര്യങ്ങളുള്ളവർക്ക് ഗ്രൂപ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എത്രയോ പേരുടെ രാവിലെ പ്രാർത്ഥിച്ചിട്ട് കർത്താവ് ഇന്ന് എന്താണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ യൂണിവേഴ്സൽ മീഡിയ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു മിനിസ്ട്രി ഇട്ടിട്ടുണ്ട്. എന്നും എനിക്ക് ഈശോ രാവിലെ എന്താണ് തോന്നിച്ചു തരുന്നത്. ഇപ്പം അധികവും ഞാൻ ഈ കൃപാസനത്തിൽ കേട്ടപ്പോൾ തൊട്ട് ഞാൻ ഓർക്കുക, ദൈവമേ നമ്മളെ വലിച്ചടിപ്പിച്ച് ഈശോ യോഹന്നാൻ്റെ കാലത്ത് മാനസാന്തരപ്പെടുവിൻ, നിങ്ങളെല്ലാം സുവിശേഷം അറിയിക്കുവിനും ഒപ്പം തന്നെ സമയമായി എന്ന് പറയുന്ന ആ ഇതിലെ കൂടി ഈ അച്ഛൻ ഒരുക്കുന്നത് പോലെ ഈ സിസ്റ്റേഴ്സൊക്കെ രാവിലെ വന്നിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, കുപ്പിയിലെ വെള്ളം ഞാൻ എപ്പോഴും കാണുമ്പോൾ ഓർക്കും, വെള്ളവും കുടിച്ച് വീണ്ടും വന്ന് നമ്മളെന്താണോ പറയുന്നത് അത് കോട്ട് ചെയ്ത് എഴുതി ഇങ്ങനെ പറയുമ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഓർക്കുക. അവിടെ ഒരു സ്വർഗ്ഗരാജ്യമുണ്ട്, കർത്താവ് തിരിച്ചു കാണിക്കും, എൻ്റെ സക്കേബൂസിൻ്റെ ഭവനം വീണ്ടും ആരംഭിച്ചിരിക്കുന്നു, ഇതാണ് എൻ്റെ ലോകമെന്ന്. കൃപാസനത്തെയും അതുപോലെ നല്ല ഇതായിട്ട് നടക്കുന്ന ധ്യാന ഗ്രൂപ്പുകളിലും കർത്താവ് എന്തുമാത്രം സന്തോഷിക്കുന്നത് ഞാൻ ഓർക്കും. ഈശോയെ നമുക്ക് ഒരു വീട്ടിലെ കാര്യം നോക്കാൻ പറ്റുന്നില്ല, ചിലപ്പോൾ 24 മണിക്കൂർ ഈശോ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ട് ഞാനവിടെ പറയും, കർത്താവ് നമ്മൾ കൊടുക്കേണ്ടത് പൈസ മാത്രമല്ല, അതെല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയും നമ്മുടെ സമയം ഈശോയ്ക്ക് കൊടുക്കാൻ മേലേ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നല്ലൊരു കേൾവിക്കാരനില്ലാതെ വിഷമിക്കുന്ന എത്ര അമ്മയും അച്ഛന്മാരും ഉണ്ട്. ഇതുപോലുള്ള സ്ഥലത്ത് ചെല്ലുമ്പം പറയും, എന്ത് സന്തോഷമായി മോളൊന്ന് തൊട്ടപ്പോഴെന്ന് വരെ കാത്തിരുന്നിട്ട് ആരെങ്കിലും കൊണ്ടുകൊടുത്ത് പൂത്ത കേക്ക് വരെ വെച്ചിട്ടുണ്ട്, കൊച്ചു വരുമ്പോൾ തരാമെന്ന്. കരഞ്ഞു പോയിട്ടുണ്ട്, പൂത്തതാ കാണിക്കത്തില്ല, പിന്നെ കഴിച്ചോളാന്ന് പറയും. ആ സ്നേഹത്തിൻ്റെ ഇത് ഭൂമിയിലുണ്ട്. അള്ളിപ്പിടിച്ച് അവിടെയൊക്കെയോ ഇരിക്കുവാണെന്ന് മാത്രം. വലയിൽ കിടക്കുന്ന പോലെ പരൽമീനെല്ലാം പുറത്തുള്ളവർക്കുള്ളതാണ്. തേങ്ങ പെറുക്കി കഴിയുമ്പോൾ കർത്താവ് പറയുന്നില്ല, കുറച്ച് തേങ്ങ അവിടെ കിടക്കുന്ന പാവപ്പെട്ടവർക്കുള്ളതാണ്, കാല പെറുക്കുന്നവർക്കുള്ളതാണ് എന്ന് പറഞ്ഞ പോലെ നമ്മളോട് കുറേ കാര്യങ്ങൾ കണ്ടു. കുറേ കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഈ കുടംപുളി വേണമെങ്കിൽ 1 വർഷം കുറേ കായ്ക്കും, തേങ്ങ കുറേ കായ്ക്കും. ആർക്കും കൊടുത്തില്ലെങ്കിൽ ഈശോ പറയും, നിനക്ക് 24, 30 തന്നതിൽ ഈ പെറുക്കി എടുക്കുന്നത് 10 ആണെങ്കിലോ. അങ്ങനെ ഒന്ന് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പം എല്ലാം ദാനമാണ്, അടുത്ത ശ്വാസം പോലും ദാനമാണെന്ന് ഉറക്കെ ഒന്ന് മനസ്സിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആരും പാപം ചെയ്യത്തില്ല. മരിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാത്രം എല്ലാവരും ഭയങ്കര പരിശുദ്ധരായിട്ട്, ഞാനും ഉൾപ്പെടെ ഇനി പാപമൊന്നും ചെയ്യത്തില്ലെന്ന്. പക്ഷേ ഈശോ പറയുന്നത്, നിൻ്റെ കൺമുമ്പിൽ ഈ കണ്ടത് നാളെ നീയാണെന്ന് ഓർത്തുകൊണ്ട് അനേകരെ ഈശോയിലേക്ക് കഴിയുന്ന വിധത്തിൽ സാക്ഷ്യം പറഞ്ഞുകൊണ്ട്. അതുപോലെ പത്രത്തിൻ്റെ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ഒക്കെ പള്ളിയിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വേദനയോടെ കണ്ടിട്ടുണ്ട്, അതിൽ പൊടിയൊക്കെ പിടിച്ചിരിക്കും. ഞാൻ പറയും, എൻ്റെ ദൈവമേ, എൻ്റെ അമ്മയുടെ ദേഹത്താണല്ലോ ഈ പൊടിയെല്ലാം ഇരിക്കുന്നത്. കൊട്ടിക്കുടഞ്ഞിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് കൊണ്ട് കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അല്ലാതെ പറ്റാതെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ പറയുക, ഒരിക്കലും അങ്ങനെ കിടക്കുമ്പോൾ നമ്മളൊന്ന് ഓർക്കണം, ഇതാരാണ്? നമ്മുടെ കൊച്ചിൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിൽ നമ്മളവിടെ ഇടുവോ? ഒരിക്കലുമില്ല. ഇപ്പം സർവ്വതും തന്ന് സർവ്വത്തിൻ്റെയും കഴിവുമായിട്ട് ഇന്നും നമുക്ക് വേണ്ടി മരിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയുടെ വചനം എഴുതിയ കടലാസിൽ ഒരു പൊടി പിടിച്ചും പള്ളിയുടെ വാതിക്കൽ എടുക്കുമ്പോൾ ഒന്ന് ചങ്ക് തകരണം. ശരിക്കും ഞാൻ പറയൂ, നമ്മൾ ഒന്ന് പൊട്ടണം. ആർക്ക് വേണ്ടിയാണ് ഈശോ ഇത് ചെയ്തത്? ആർക്ക് വേണ്ടിയാണ് അമ്മ ചെയ്തത്? എല്ലാ സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കും ഇതുപോലെയുള്ള പ്രേക്ഷിത പ്രവർത്തകർക്ക് വേണ്ടി ദിവസവും നമ്മൾ ഒട്ടും പറ്റിയില്ലെങ്കിൽ ഒരു നന്മ എന്ന് പറയുമ്പോൾ ഒരു സ്വർഗ്ഗസ്നേഹിതായ ഒരു പിതാവിനും പുത്രനും. കാരണം ഇവരുടെ നമുക്ക് വീട്ടിൽ TV കാണാനുണ്ട്, മക്കളുണ്ട്, സന്തോഷം പങ്കിടാൻ ഫ്രണ്ട്സുണ്ട്. സത്യം ഞാൻ പറയാം, സിസ്റ്റേഴ്സിനും അച്ഛനും നിങ്ങളൊന്ന് ആലോചിച്ച് 10 ദിവസം ഞാൻ ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ കൗൺസിലിങ്ങിന് പോയി നിൽക്കുന്ന ആളാണ്. 10 ദിവസം നിന്ന് കഴിയുമ്പോൾ നമ്മൾ മടുക്കും. 11ാം ദിവസം പോയാൽ മതി, അല്ലെ പോകാമല്ലോ എന്ന്. ഇവർക്കെന്തുണ്ട്? ദൈവത്തിന് വേണ്ടി തല തൊട്ട് കാല് വരെ ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന മനുഷ്യരാണ്. അവരെ എന്തെങ്കിലും നമ്മൾ കഴിയുന്നത്ര ഞാൻ പറഞ്ഞത്, അലക്കുന്ന സമയത്ത് കർത്താവ് ഈ തുണിവേദന ഈശോയ്ക്ക് കാഴ്ചവെച്ചിരിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ പറയണം, അനേക മക്കളെ ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ആരും ആയിക്കോട്ടെ, അവർക്ക് വേണ്ടി ഞങ്ങളുടെ സഹനങ്ങളും സന്തോഷങ്ങളും ഇന്ന് കിട്ടിയ ചുവന്ന റോസാപ്പൂവൊക്കെ വെള്ള പൂക്കളായിട്ട് അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നതെന്ന് നമുക്ക് പറയാം. പിന്നെ പ്രയത്നത്തിൽ ഞാൻ ആത്മീയ ജീവിതത്തിൽ പറയുവാണെങ്കിൽ എനിക്ക് സത്യം തന്നെ മാറ്റം. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ 5:30 എണീറ്റ് ഇവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ ഞാൻ പറഞ്ഞില്ല, ഒരു കട്ടൻ കാപ്പി കുടിച്ചിട്ട് ഓടി പള്ളിയിൽ പോകും. അവിടെ ഇരുന്ന് ഒരു പള്ളിക്ക് അകത്തുകൂടിയാണ്, സത്യം പറയുകയാണെ, പള്ളിക്ക് അകത്തൂടെ ഒരു
ചുറ്റിലും നടന്ന ഒരു കൊന്തയും ഒരു കരുണക്കൊന്തയും മാക്സിമം ചെല്ലാൻ ശ്രമിക്കും. ചിലപ്പോൾ പിള്ളേർ ധൃതി വെച്ചെങ്കിൽ മാത്രം അത് ചെയ്യാതെ പോകത്തുള്ളൂ. ഈശോയുടെ കാലിൻ്റെ ചുവട്ടിലേക്ക് തലയങ്ങ് ചേർത്ത് വെച്ചിട്ട് പറയും, കർത്താവേ നാളെയും ഇതുപോലെ വന്ന് വണങ്ങാനുള്ള കൃപയെ അവിടുന്ന് തരണമേ. അതുപോലെ 2 ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുള്ള അത് ദൈവം എനിക്ക് ഇപ്പോൾ വരെയും മുടക്കാൻ ദൈവം വന്നിട്ടില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്നു. അതുപോലെ ജപമാല ചൊല്ലുന്നത് കഴിവതും എത്ര ചെല്ലുന്നു എന്ന് നമ്മൾ എൻ്റെ സിസ്റ്റർ ഇവിടെ വരുന്ന വിജയകുമാർ സാർ എന്താ ആ സാർ ഒരു പ്രാവശ്യം പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. കയ്യിൽ നിന്ന് നിങ്ങൾ കൊന്ത ചൊല്ലി കൈ ഒന്ന് ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന ജപമാലയൊന്ന് താഴെ പോയി കഴിഞ്ഞാൽ തിരിച്ചെടുത്തിട്ട് ഞാൻ ഏതാ ചൊല്ലിയത് എവിടെ നിന്നെന്ന് ആർക്കെങ്കിലും ചൊല്ലാൻ പറ്റിയിട്ടുണ്ടെന്ന് ശരിക്കും നെഞ്ചി തറച്ചൊരു വചനം. നിങ്ങളും ശ്രദ്ധിച്ചേ, നമ്മുടെ കൊന്ത ഉറങ്ങിയ വേണ്ട ചിലപ്പോൾ താഴോട്ടൊന്ന് വെച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വന്നാൽ ഞാൻ ഏതിൽ എത്രാമത്തെ നന്മഞ്ഞോറിമേൽ നിർത്തിയെന്ന് നിനക്കൊന്ന് തിരിച്ചറിയാമെങ്കിൽ നിൻ്റെ പ്രാർത്ഥന ശക്തമാണെന്ന്. 5 ആണോ നിർത്തിയത് 6 ആണോ എന്ന് നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ട് പോകുകയൊക്കെ ചെല്ലുമ്പോൾ ഏതിലാണോ നിർത്തിയെന്ന് അറിയാമെങ്കിൽ, അതുപോലെ കുർബാന കാണുമ്പോൾ കണ്ണിൽ നിന്ന് കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്ന ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ ശരീരമാണെന്ന് പറയുമ്പോൾ ഒരു തുള്ളി കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് വരണം. പരിശുദ്ധ അമ്മ മുട്ടുകുത്തി നിൽക്കുവാണ് തൻ്റെ തിരുക്കുമാരനെ പിച്ചി ചീന്തുന്നത് കാണുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് പറയുവാണ്, അനേകരെ ദൈവത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി കൃപാസന ആൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആ അമ്മ ഇവിടെ നിന്നോട് പറയുവാണ്, എന്നെക്കൊണ്ട് വെച്ചാൽ നമ്മളെ ഓരോരുത്തരെയും കൊണ്ട് അമ്മയ്ക്ക് എന്തുമാത്രം ചെയ്യാനുണ്ടെന്ന്. എല്ലാവരും ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ എത്രയും വേഗം സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ കൃപ യാചിച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ പറയേണ്ട ഒരു കാര്യം, എനിക്ക് കഴിവില്ല ദൈവമേ, കഴിവില്ല. അച്ഛൻ പറയുന്ന പോലെ നിൻ്റെ കഴിവിൽ ആശ്രയിച്ച് എൻ്റെ കഴിവ് താഴെ വയ്ക്കുന്നു പറഞ്ഞ് എളിമയുള്ള ഹൃദയം തന്ന് അനുഗ്രഹിക്കണേ. ഇവിടുത്തെ വർക്ക് ചെയ്യുന്ന എല്ലാ പ്രേക്ഷിത പ്രവർത്തകർക്കും അച്ഛനും 1000 നന്ദിയും കർത്താവിൻ്റെ മുന്നിൽ കരകെട്ടിക്കൊണ്ട് കർത്താവെ വരെ 10,000 മടങ്ങ് ഉയർത്തണമേ എന്ന് ഒരു സെയിൻ്റായിട്ട് ഇത് മാറ്റി ഒരു സാൻ കൃപാസനമായിട്ട് ഉയരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവേ നന്ദി, യേശുവേ ആരാധന. ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും. അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. സങ്കീർത്തനം 13:6 ദൈവത്തിൻ്റെ കരുണയിലും വിശ്വസ്തതയിലും പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണകളെ അനുഗ്രഹങ്ങളെ പാടി സ്തുതിക്കുവാൻ നമ്മൾക്ക് സാധിക്കും. അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ പ്രേക്ഷിത ജോലി ഈ സഹോദരി ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുവാനായിട്ട് സാധിച്ചു എന്നാണ്. രോഗികളെ കുളിപ്പിക്കാനും മരിക്കുന്നതിന് മുമ്പ് ഒരു പുഞ്ചിരി അവരുടെ മുഖത്ത് കാണുവാനും അവരെ ആ ശുശ്രൂഷ വേല ചെയ്യുവാനുള്ള ആ ആഗ്രഹം, ആ സന്തോഷമാണ് ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് അനുഗ്രഹിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും കർത്താവിനെ പാടി സ്തുതിക്കുവാനായിട്ടാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും എല്ലാം നമുക്കുണ്ട്. അതെല്ലാം ഈശോയിൽ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ അമ്മയാണ് എല്ലാം ഈശോയുടെ കരങ്ങളിൽ കൊടുക്കുന്നത്. നമുക്കും നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കഷ്ടതകളും ദൈവത്തിൽ സമർപ്പിക്കാം. വിശ്വസ്തയോടെ ഭക്തിയോടെ ഉടമ്പടി ജീവിതം നയിക്കാം. നമുക്കും കർത്താവിനെ സ്തുതിക്കുവാൻ പാടി സ്തുതിക്കുവാനും അവസരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ബേബിക്കുട്ടി തോമസിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആവീമേൻ. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എന്നെ വീണ്ടും പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി ഉയർത്തിന് അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. ഞാൻ 18/9/2022 ആദ്യമായി ഉടമ്പടി എടുത്തത്. ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. എൻ്റെ പേര് ലിസി ഫ്രാൻസിസ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പാവർട്ടി ഇടവയിൽ നിന്ന് വരുന്നു. അതിന് ഞാൻ ഒരു തവണ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ 10ാമത്തെ പുതുക്കലിലാണ് നടക്കുന്നത്. വീട് വിൽക്കാൻ ശ്രമിച്ചിട്ട് 6 വർഷമായിട്ട് നടക്കാത്ത കാര്യമാണ്. എൻ്റെ 6ാമത്തെ പുതുക്കലിലാണ് ഞങ്ങളുടെ വീട് വിൽക്കാൻ സാധിച്ചത്. അമ്മ സമയബന്ധിതമായിട്ട് നടത്തി തന്നു. കാരണം ഞങ്ങൾക്ക് താമസിക്കാൻ വേറെ വീടുണ്ടാകുമായിരുന്നില്ല മുൻപ് വിട്ടെങ്കിൽ. എൻ്റെ സ്വന്തം വീട് സഹോദരൻ്റെ കുടുംബവും 6 മാസം മുമ്പ് വരെ ആ വീട്ടിലുണ്ടായിരുന്നു. ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറിയപ്പോഴാണ് ഞങ്ങളുടെ വീട് വിൽക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വാടകയ്ക്ക് താമസിക്കാൻ പറ്റി. അത് അമ്മ ഇടപെട്ട് നടത്തി തന്നതിന് 1000 നന്ദി.
അതുപോലെ ആ ഇടവകയിൽ തന്നെ വേറൊരു സ്ഥലം വാങ്ങാൻ സാധിച്ചാൽ ജപമാല റായിലെ ഉപവാസം എടുത്ത് പങ്കെടുക്കാമെന്ന് ഞാൻ നേർന്നിരുന്നു. ഒക്ടോബറിൽ ജപമാല റാലിക്ക് ഞാൻ വരുന്നതിന് മുമ്പ് വേറൊരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തിട്ടാണ് വന്നത്. അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കാണ്ട് തീക്ഷ്ണമായിട്ട് റാലിയിൽ പങ്കെടുക്കാൻ സാധിച്ചു. മാർച്ച് 28 ഡെയിലി ബ്രെഡിൽ അച്ഛൻ പ്രത്യേകം എവിടെയെല്ലാം അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടോ അവിടെ അതെല്ലാം സഫലമായിട്ടെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അന്ന് തന്നെ ഞങ്ങളെ പഞ്ചായത്തിൽ നിന്ന് റിജക്റ്റ് ചെയ്ത ലൈഫിൻ്റെ അപേക്ഷ വീണ്ടും സാങ്ഷനാക്കി തന്ന് വിളിച്ചു. അതുപോലെ പുതിയ സ്ഥലത്തിന് ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിലും പകുതി വില മാത്രമാണ് രജിസ്ട്രേഷന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 6 മാസം കാലാവധി ഏപ്രിൽ തീരും. അതിനു മുമ്പ് ബാക്കി 4 ലക്ഷം രൂപ കൊടുക്കാനുണ്ടായിരുന്നു. ഒരു വഴിയില്ലാതെ എന്നും പ്രാർത്ഥിച്ചിരുന്നു. അന്ന് തന്നെ ഒരു വ്യക്തി 4 ലക്ഷം രൂപ സൗജന്യമായിട്ട് ഞങ്ങൾക്ക് ഒരു രേഖയില്ലാണ്ട് ഞങ്ങൾക്ക് തന്നു. അതുകൊണ്ട് ഏപ്രിലിൽ തന്നെ മുഴുവൻ പൈസയും കൊടുക്കാൻ സാധിച്ചു. അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിച്ചെന്ന ഈ അനുഗ്രഹത്തിന് ഒരുപാട് നന്ദി. അതുപോലെ കുഴൽക്കിണർ കുത്താൻ വെള്ളം അപ്പുറത്തെ സ്ഥലത്ത് വെള്ളം കിട്ടാൻ വേണ്ടി അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ അവർ നന്നായി 24-25 അടി കുഴിച്ചിട്ടും വെള്ളം കിട്ടിയിരുന്നില്ല. ഞങ്ങൾക്ക് കുറച്ച് സ്ഥലത്ത് ഞങ്ങളൊരു കുഴൽക്കിണർ കുത്തി. അത് കുത്തുന്നതിന് മുമ്പ് അമ്മയുടെ തൈലം, ഉപ്പ്, പിന്നെ തേനും ഒഴിച്ചിട്ട് കുരിശ് വരച്ച് വിശ്വാസപ്രമാണമൊക്കെ ചൊല്ലിയിട്ടാണ് തുടങ്ങിയത്. 165 അടിയിൽ ഞങ്ങൾക്ക് സമൃദ്ധമായി വെള്ളം കിട്ടി. ഇപ്പോഴും നന്നായി വെള്ളം കിട്ടുന്നുണ്ട്. ലൈഫിൻ്റെ പണി തുടങ്ങുമ്പോൾ കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഞങ്ങൾ വീട് പണി ആരംഭിച്ചത് അമ്മേനെ ഈശോനെ സാക്ഷി നിർത്തി അവിടെ കാവൽ നിർത്തിയിട്ടാണ്. കാരണം ഞങ്ങളവിടെ നിന്ന് ഇല്ലാതിരുന്നുകൊണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ 2 ഇലക്ട്രിക് പോസ്റ്റ് കുഴിച്ചിട്ടു. ആരും അറിഞ്ഞില്ല. അമ്മയുടെ സംരക്ഷണം ഉള്ളതുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ പണിക്ക് വന്ന ചേട്ടൻ ഞങ്ങൾ വിളിച്ച് പറഞ്ഞു. അത് കറണ്ട് കൊടുക്കണതിന് മുമ്പ് അതുകൊണ്ട് വേഗം പോസ്റ്റ് മാറ്റാൻ പറ്റി. അല്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അത് നീങ്ങില്ലായിരുന്നു. അത് വലിയൊരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു. പിന്നെ അതുപോലെ കാലുവേദന. ഉടമ്പടിക്ക് മുമ്പ് എനിക്ക് ഭയങ്കര കാലുവേദനയായിരുന്നു. ഉടമ്പടിയിൽ വന്നത് പിന്നെ കാലുവേദന മാറി. ചെരുപ്പ്, വേദനയുടെ ചെരുപ്പ് മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. ഇപ്പം എനിക്ക് എല്ലാ ചെരുപ്പും ധരിക്കാം. അമ്മയുടെ ഉപ്പും തൈലവും ഞാൻ ഉപയോഗിച്ചിരുന്നു. അതുപോലെ ഒരു അപകടത്തിൽ നിന്ന് കാത്ത് സംരക്ഷിച്ചത് അമ്മയുടെ കാശുരൂപം ധരിച്ചിട്ടാണ് ഞങ്ങളിന്ന് പോണത്. അതുപോലെ 2 വീലറുമ്പോൾ പോകുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ വീലിൻ്റെ ചക്രം സ്ക്രൂ ഊരിപ്പോയിരുന്നു. ഞങ്ങൾ അറിഞ്ഞില്ല. 5-8 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും വണ്ടിയിൽ കയറാൻ നിന്നപ്പോഴാണ് ഇത് അറിഞ്ഞത്. അമ്മയുടെ കാശുരൂപത്തിൻ്റെ വലിയ സംരക്ഷണം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു അപകടം പറ്റാതിരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം. ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങി കൊണ്ടുപോയിട്ട് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി കൊടുക്കും. എൻ്റെ കാശുരൂപം വാങ്ങിയിട്ട് ഞാൻ എൻ്റെ കോവർക്കേഴ്സിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർ അക്രൈസ്തവരായാലും അവർക്ക് കാര്യങ്ങൾ സാധിച്ചു. ഇന്ന് വരാനിരുന്നതാണ്, അവർക്ക് പറ്റിയില്ല. അവരിനി ഒരു അടുത്ത തവണ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ രോഗികളെ വീടുകളിൽ ചെന്ന് കണ്ട് അവർക്ക് നമുക്ക് പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കാറുണ്ട്. ആത്മീയമായിട്ട് ഞാൻ ദിവസവും ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലും. സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും എല്ലാ നേരം കേട്ട് നമ്മുടെ ഒരു മോട്ടിവേഷൻ തന്നെ ഈ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളാണ്. അല്ലെങ്കിൽ നമുക്കിതൊന്ന് വിട്ടുപോകുന്നൊരു ഭയമാണ്. എപ്പോഴും അത് കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ എപ്പോഴും ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലിയാൽ ഏത് വിഷമഘട്ടത്തിലും ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടായിരിക്കും. ചെറുതും വലുതുമായ അനുഗ്രഹത്തിന് അമ്മയ്ക്ക് 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 36, 7, 8 തിരുവചനങ്ങൾ. ദൈവമേ, അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം! മനുഷ്യമക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു. അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് തൃപ്തിയടയുന്നു. അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു. ലിസി ഫ്രാൻസിസ് എന്ന ഈ സഹോദരി തൻ്റെ മരിയൻ ഉടമ്പടി ജീവിതത്തിൽ നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധമ്മയുടെ സവിശേഷമായ സംരക്ഷണത്തെയും ജീവിതത്തിൻ്റെ വലിയ നിയോഗങ്ങൾ സമയച്ചുരുക്കത്തിലും ഭാരമില്ലാതെയും ഓരോന്നും പൂർത്തീകരിക്കുവാൻ പറ്റും വിധം അമ്മ മാതാവ് മകളെ നയിക്കുന്നതിൻ്റെ അനുഗ്രഹത്തെയുമാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. സ്ഥലം വിൽക്കുന്നതിനെ പറ്റിയുള്ള സാക്ഷ്യം, അത് ആ ഇടവകയിൽ തന്നെ മറ്റൊന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അമ്മയുടെ മുമ്പിലുള്ള നിയോഗം, അത് ജപമാല പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ സാധിച്ചു കിട്ടണം എന്ന് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം,
ഓരോന്നും അമ്മ മാതാവ് ഏറ്റെടുക്കുകയും കുടുംബത്തിന് അനുഗ്രഹമായി നൽകുകയും ചെയ്തു. അത് കുടുംബത്തിന് വന്നു ചേരാമായിരുന്ന ഒരു ഭാരപ്പെടലിൽ നിന്ന് നേരത്തെ സ്ഥലവും വീടും വിറ്റുപോയിരുന്നെങ്കിൽ മാറി താമസിക്കുവാൻ ഇടമില്ലാത്ത വിധം ക്ലേശത്തിലാകുമായിരുന്ന സാഹചര്യത്തിൽ സംരക്ഷിക്കുകയും സാഹചര്യങ്ങളെ സുരക്ഷിതമായി ഒരുക്കി കൊടുത്തുകൊണ്ട് ആ കുടുംബത്തിന് ഒരു ഇടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറുവാനുള്ള സാഹചര്യങ്ങൾ നൽകിയതിനെ മകൾ സാക്ഷ്യത്തിലൂടെ അടയാളപ്പെടുത്തി. അതോടൊപ്പം തന്നെ കുടിവെള്ളത്തിന് വേണ്ടി മറ്റു പലരും 250 മീറ്ററിലേറെ താഴ്ത്തിയിട്ടും വെള്ളം കിട്ടാതെ വിഷമിച്ചിരുന്ന സമയത്ത് അമ്മ മാതാവിൻ്റെ നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് 150-160 അടി താഴ്ത്തുമ്പോൾ തന്നെ സുലഭമായ വെള്ളം ലഭിച്ചതിനെയും മകൾ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തി. ഓരോ ഉടമ്പടി സാക്ഷ്യവും അമ്മ മാതാവിലൂടെ ഈശോ നൽകുന്ന വലിയ അനുഗ്രഹങ്ങളെ അടയാളപ്പെടുത്തുകയാണ്. നമുക്ക് സ്വയമേവ സാധിക്കാത്തത്, നമ്മുടെ പരിശ്രമങ്ങൾ ഒരു ഫലമണിയാതെ ആകെ എല്ലാ കാര്യവും തടസ്സപ്പെട്ട് നിൽക്കുമ്പോൾ അമ്മ മാതാവ് നമ്മുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഈശോയുടെ കരം പിടിച്ച് സാഹചര്യങ്ങളും സമയങ്ങളും ഒരുക്കി നൽകിക്കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ ക്ലേശകാലത്തെയും മാറ്റി ജീവിത വിഷയങ്ങൾ സുഗമമായി പരിഹരിക്കുന്നതാണ് ജീവിതാനുഭവ സാക്ഷ്യങ്ങളിലൂടെ ഈ മക്കൾ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. കുടുംബത്തിന് പുതിയൊരു ഭവനം നിർമ്മിച്ചെടുക്കുവാൻ വേണ്ടി സാധിച്ച കാര്യങ്ങളെ, അവിടെ ജലം സ്രോതസ്സ് നന്നായി ലഭിച്ചതിൻ്റെ നന്മയെ, അതോടൊപ്പം കാര്യങ്ങൾ രോഗക്ലേശങ്ങളിൽ അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ പൂർണ്ണമായ സൗഖ്യം ലഭിച്ചതിൻ്റെ സാക്ഷ്യത്തെ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുകയാണ്. പ്രിയമുള്ളവരെ, അമ്മയോട് ചേർന്ന് നടക്കുമ്പോൾ അമ്മ നമ്മുടെ ജീവിതത്തെ ദൈവ സംരക്ഷണയിലെന്നും പരിപാലിക്കും. സഹോദരി സൂചിപ്പിച്ചു, ഞാൻ എപ്പോഴും സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടും ജോസഫച്ചൻ്റെ ഉടമ്പടി ധ്യാനം പങ്കുകൊണ്ടുമാണ് എൻ്റെ ഈ ആത്മീയ ജീവിതത്തെ, ഉടമ്പടി ജീവിതത്തെ നിരന്തരം ബലപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മൾ ഉടമ്പടിയിലായിരിക്കുന്നവർ പരിശോധിക്കേണ്ടത് എത്രത്തോളം ഉടമ്പടിയോട് നമുക്ക് ജൈവബന്ധമുണ്ട് എന്നതിനെക്കുറിച്ചാണ്. ഉടമ്പടി ധ്യാനം പ്രാർത്ഥനയോടുകൂടി കേൾക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, അതോ മറ്റെന്തെങ്കിലും കാണുന്നത് പോലെ കേൾക്കുന്നത് പോലെ വേഗത്തിലിങ്ങനെ കേട്ടുപോകുന്ന രീതികളോ അലക്ഷ്യമായി കേൾക്കുന്ന രീതിയാണോ നമുക്കുള്ളത്? അത് ദൈവസാന്നിധ്യത്തിൻ്റെ വലിയ നിമിഷങ്ങളാണ്. ആരാധനയിൽ ഈശോ നമ്മോടൊപ്പം സന്നിഹിതനാവുകയും സഹായിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ ശാന്തതയോടെ പ്രാർത്ഥനയോടുകൂടി ഉടമ്പടി ധ്യാനത്തിൽ നാം വ്യാപരിക്കുമെങ്കിൽ, പങ്കുചേരുമെങ്കിൽ നമുക്കത് ദൈവികമായ സംരക്ഷണത്തിനും നമ്മുടെ നിയോഗങ്ങൾ വേഗം അനുഗ്രഹിക്കപ്പെടുന്നതിനും കാരണമാകും. അതുതന്നെ ജീവിത സാക്ഷ്യങ്ങളുടെ കാര്യവും. നാം ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ ഒരു കുടുംബം, ഒരു ജീവിതം, അവർ കടന്നുപോയ സങ്കടങ്ങളെയും അവർ ഇപ്പോൾ അനുഭവിക്കുന്ന സമാധാനത്തെയും നമ്മോട് പങ്കുവയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റപ്പെടലിലാണോ, തകർച്ചയിലാണോ, ഇല്ലായ്മകളിലാണോ, നമുക്ക് ശരണപ്പെട്ട് ഈ അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതാവസ്ഥകളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ സാക്ഷ്യം പറയുന്ന അതേ വ്യക്തിയെപ്പോലെ, അതേ കുടുംബത്തെ പോലെ നമ്മളും ആരോഗ്യമുള്ളവരാകും, നമ്മളും സമാധാനമുള്ളവരാകും, നമ്മുടെ ജീവിതവും ഐശ്വര്യം പ്രാപിക്കും. അതുകൊണ്ട് ഈശോ ആഗ്രഹിക്കുന്ന നന്മയുടെ വഴികളിൽ ജീവിക്കുവാൻ അമ്മ മാതാവ് കരം പിടിക്കുമ്പോൾ ആ ഉടമ്പടിയോട് വിശ്വസ്തതയിൽ ജീവിക്കുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ മാതാവിനും ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. എൻ്റെ അമ്മ മാതാവിനോടും ഈശോയോടും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എനിക്ക് കിട്ടിയ അനുഭവങ്ങളാണ്. ആദ്യമായിട്ട് എൻ്റെ വീടിൻ്റെ ജപ്തി ഒഴിവായി പോയതാണ്. എൻ്റെ പേര് അനിത. ഞാനൊരു റേഷൻ കട വ്യാപാരിയാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് സന്തോഷ്, മകൻ ശബരിനാഥ്, +2 വിദ്യാർത്ഥിയാവുന്നു. ആദ്യമായിട്ട് എനിക്ക് ജപ്തി ഒഴിവായി പോയി എൻ്റെ വീട്ടിൽ നിന്ന്. അതാണ് എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്. ഞാൻ റേഷൻ വ്യാപാരിയാണ്. ഞാൻ റേഷൻ കടയിൽ ഇരിക്കുന്ന സമയത്ത് ആൾക്കാർ സാധനം മേടിക്കാൻ വരുന്ന സമയത്തൊക്കെ എനിക്ക് കൃപാസനത്തിലെ പത്രം കൊണ്ട് തരുമായിരുന്നു. ഞാൻ ആദ്യമൊക്കെ എനിക്കത് വായിക്കാൻ വലിയ മനസ്സുകുറവായിരുന്നു. ഇതെല്ലാവരും ഇങ്ങനെ കൊണ്ട് നടക്കുന്നതല്ലേ, അങ്ങനെയൊക്കെയാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്കതിലോട്ട് ആദ്യമൊക്കെ നോക്കാൻ പോലും ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ കൊണ്ട് തരുന്നത് അവരെ നിരസിക്കരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാ പത്രങ്ങളും വാങ്ങിച്ച് ഒരു സൈഡിൽ അടുക്കി വെക്കുമായിരുന്നു. ഫോണിൽ പോലും മാതാവിൻ്റെ ഓരോ സാക്ഷ്യങ്ങൾ വന്നാൽ പോലും ഞാൻ പെട്ടെന്ന് സ്ക്രോൾ ചെയ്തങ്ങ് വിടും. ഞാൻ നോക്കത്ത് പോലും ഇല്ലായിരുന്നു.
അങ്ങനെയായിരുന്നു എൻ്റെ ആദ്യത്തെ മനസ്സ്. പക്ഷേ എൻ്റെ വീടിൻ്റെ ജപ്തിയോട് ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് വിഷമാവസ്ഥയിലായിരുന്നു ആ സമയത്തൊക്കെ. എന്നിട്ട് പോലും എനിക്ക് മാതാവിനെ ഒന്ന് നോക്കണമെന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമവും പശ്ചാത്താപവും ഉണ്ട്. അവസാനം ഞാൻ ജപ്തിയുടെ ഡേറ്റ് അടുത്തടുത്ത് വന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇനിയും ബാങ്കുകാർ വിളിച്ചെന്നെ നിരന്തരം ശല്യപ്പെടുത്തുക, ഇനി ഇത്ര ദിവസമേ ഉള്ളൂ, ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഒരുപാട് സങ്കടം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ചേട്ടൻ പറഞ്ഞ്, മോളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട, നാളെ വെളുപ്പിന് തന്നെ കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ കൃപാസനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഉടമ്പടി എടുത്ത ഒരാളുമാണ്. അതുകൊണ്ട് ആ ചേട്ടൻ പറഞ്ഞതുമല്ല, എനിക്ക് അത് കേൾക്കാൻ നോക്കിയിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് നാളെ തന്നെ കൃപാസനത്തിൽ പോകണം, ഇനി അവിടെ ചെന്ന് മാതാവ് വിചാരിച്ചാൽ മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. 2 ലക്ഷം രൂപ പെട്ടെന്ന് അടയ്ക്കണം. ഇത്രയും വലിയൊരു എമൗണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു മറിക്കാൻ പറ്റില്ല, അച്ഛനും അമ്മയും പ്രായമുള്ളതാണ്. അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ വെളുപ്പിനെ തന്നെ ഇവിടെ എത്തി. ആദ്യമായിട്ട് 2025 ജനുവരി 22-നാണ് അന്ന് ഉടമ്പടി എടുത്തത്. ഇവിടെ വന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പാലിച്ച് തന്നെ ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴും ബാങ്കിൽ നിന്ന് മാനേജർ നിരന്തരം വിളിക്കുന്നുണ്ട്. ഞാൻ അവിടെ ചെന്ന് സമാധാനം പറയാൻ ചെല്ലുന്നുണ്ട്. ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാമായിട്ടാണ് ഞാൻ മാനേജറെ കാണാൻ പോകുന്നത്. പക്ഷേ അവരന്നേരം ഒന്ന് സമാധാനപ്പെടും. വീണ്ടും 4 ദിവസം കഴിയുമ്പം പൂർവാധികം ശക്തിയോടുകൂടി തന്നെ വീണ്ടും എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കും. അങ്ങനെ ഇരിക്കെ അവരെന്നോട് പറഞ്ഞു, വീട് വന്ന് സീൽ ചെയ്യും, നിങ്ങളുടെ അച്ഛനും അമ്മയും പുറത്തിറങ്ങേണ്ട അവസ്ഥ വരും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് മാനസികമായിട്ട് എന്നെ തളർത്തി. എനിക്കപ്പം വേറൊരു മാർഗ്ഗമില്ല. ഞാൻ പെട്ടെന്ന് വന്ന് അപ്പോൾ എന്നെ അറിവുള്ളവരോടൊക്കെ ചോദിച്ചു, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞ് മനസ്സിലാക്കി, അച്ഛനെ ചെന്ന് കാണ്, അല്ലാതെ ഇനിയൊരു പ്രതിവിധി ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നു. ഇവിടെ അച്ഛനെ കാണാൻ വരുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ 5:30 എന്നും പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ എന്നും ഈ ജപ്തിയുടെ കാര്യം പറഞ്ഞ് നിരന്തരം അമ്മയോട് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം 5:30 ഞാൻ പ്രാർത്ഥന കഴിഞ്ഞു. 5:50 എൻ്റെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ കയറി കാപ്പി ഇടുന്നത് പോലും. ആ സമയത്ത് അന്ന് ഞാൻ അടുക്കളയിലോട്ട് കയറുന്ന സമയത്ത് എൻ്റെ ഫോൺ നിരന്തരം അങ്ങ് ബെല്ലടിക്കാൻ തുടങ്ങി. അത് ഒരു 5:45 മുതലേ ബെല്ലടിക്കുന്നുണ്ട്. ഞാനൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി കൂടെയാണ്. അപ്പോൾ ഈ സമയത്താണ് എനിക്ക് ഈ ബെല്ലടി മൊത്തം ഫോണിൽ കേൾക്കാൻ പറ്റുന്നത്. ഞാനപ്പോൾ ഈ ഫോൺ എടുത്ത് നോക്കിയപ്പം കോളേജിലെ സാറാണ്, ഹൈദരാബാദ് കോളേജിൽ നിന്ന് സാറാണ് വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം ഫോൺ എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴും എൻ്റെ മനസ്സിലങ്ങ് പ്രേരിപ്പിക്കുക, ഫോൺ എടുക്കുക എന്നും പറഞ്ഞ് അങ്ങ് ഞാൻ മനഃപൂർവ്വം ആ കോൾ അവോയ്ഡ് ചെയ്തിട്ടും എന്നെ അങ്ങ് തട്ടി വിടും ആ ഫോണിൻ്റെ അടുക്കലോട്ട്. ഞാൻ അങ്ങനെ മനസ്സോടുകൂടി ചെന്ന് ഞാൻ ഫോൺ നോക്കുമ്പോഴാണ് സാറ് വിളിക്കുന്നത്. അപ്പോൾ ആ കോള് കണ്ടെങ്കിലും പേര് കണ്ടെങ്കിലും എനിക്ക് വീണ്ടും അത് അറ്റൻഡ് ചെയ്യാനൊരു മടി. കാരണം അഡ്മിഷന് വേണ്ടിയിട്ടാണ് സാറിനെ വിളിക്കുന്നത്. എൻ്റെ അടുത്ത് അഡ്മിഷൻ കൊടുക്കാനില്ല. സാറ് പറയുന്നത് കേൾക്കാനുള്ള മാനസികാവസ്ഥ പോലും എനിക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് വെറുതെ ഈ കോൾ അറ്റൻഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും തിരിഞ്ഞു നടന്നിട്ട് വീണ്ടും എന്നെ പിടിച്ചു തള്ളി ഫോണിൻ്റെ കീഴിലോട്ടങ്ങ് കൊണ്ടുപോവുക. അതൊന്നും എനിക്ക് മറക്കാൻ പോലും വയ്യ. ഞാൻ എങ്ങനെ വീണ്ടും ആ കോൾ എടുക്കാൻ എനിക്ക് തോന്നിയെന്ന്. അങ്ങനെ ഞാൻ വേണ്ട കോൾ എടുത്തപ്പോൾ സാർ എൻ്റെ അടുക്ക പറഞ്ഞു, ഞാൻ കൊച്ചി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അനിത, മാവേലിക്കര ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് 1:30 എത്തും, അപ്പം നമുക്ക് കാണണം. ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ അഡ്മിഷന് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്കത് കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല, ഞാൻ ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് സാറ് വേറൊരു ദിവസം എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, എന്ത് ബുദ്ധിമുട്ടാണേലും ഇന്ന് നമുക്ക് കാണണം, അഡ്മിഷൻ്റെ കാര്യമൊക്കെ സംസാരിക്കണം, പിന്നെ അനിതയുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ തുറന്ന് പറയുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സോടുകൂടി സാറ് പറഞ്ഞ പ്രകാരം ഞാൻ അന്നേ ദിവസം തന്നെ 1:30 മാവേലിക്കര ഓഫീസിൽ ചെന്ന് സാർ ആദ്യം തന്നെ എൻ്റെ ഈ വിഷമ വിവരമാണ് ചോദിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ, ഇത് പറയാനാണോ മടി, അതും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അഡ്മിഷൻ്റെ കാര്യമൊക്കെ സംസാരിച്ചു. അതിനുശേഷം സാറ് എൻ്റെ ഇന്ന് അക്കൗണ്ട് നമ്പറെല്ലാം വാങ്ങിച്ചു. അത്രയൊരു ആശ്വാസത്തിൽ മാതാവിനോട് ഒരുപാട് നന്ദി പറഞ്ഞു. അവിടെ ഇരുന്ന് തന്നെ ഞാൻ വീണ്ടും വീട്ടിൽ വന്ന് കയറാൻ നോക്കിയിരുന്നു. വീണ്ടും ബാങ്കിൽ നിന്ന് വിളി വന്നു. 2 ദിവസം കഴിഞ്ഞിട്ടും 3 ദിവസം കഴിഞ്ഞിട്ടും സാർ അക്കൗണ്ട് നമ്പർ വാങ്ങിച്ചതല്ലാതെ എനിക്ക് ക്യാഷ് അയച്ചു തന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞു 2 ദിവസത്തേക്കുള്ളിൽ അവിടെ എല്ലാവരെയും കൊണ്ട് വരും, അളക്കും. അങ്ങനെ കുറേ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള സംസാരമൊക്കെ ഉണ്ടായി. ഞാനതെല്ലാം കേട്ടിരുന്നു. നമുക്ക് കേട്ടിരിക്കാനല്ലേ പറ്റുള്ളൂ. ഒരാളൊരു പ്രതീക്ഷയ്ക്ക് ഒരു വാക്കും തന്നിട്ട് പോയി, ഇതുവരെ വിളിച്ചിട്ടുമില്ല. അങ്ങനെ ഞാൻ വളരെ വിഷമിച്ച് അന്ന് റേഷൻ കട തുറക്കാതെ പോലും ഞാൻ ഓടി ഇവിടെ വന്നു. അച്ഛനെ കണ്ട്
അച്ഛനോട് ഈ സങ്കടം പറഞ്ഞു. അച്ഛൻ അപ്പോൾ തന്നെ എനിക്കൊരു മാതാവിൻ്റെ രൂപം വീട്ടിൽ കുഴിച്ചിടണം, എന്നിട്ട് പ്രാർത്ഥിക്കണം എന്നെല്ലാം പറഞ്ഞു. ഇവിടെ വെച്ച് ഈ അൽത്താരയെ വെച്ച് തന്നെ അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട് കരഞ്ഞു. ഞാനൊന്നും എനിക്കത് ഓർക്കാൻ പോലും വയ്യ. അന്നത്തെ ദിവസം ഈ പൈസ അടച്ചില്ലെങ്കിൽ 2 ദിവസത്തേക്കുള്ളിൽ എൻ്റെ അച്ഛനെയും അമ്മയും പുറത്തിറക്കുമെന്ന് വരെ പറഞ്ഞവർ, ഞാൻ ആ കാശ് രൂപം പിടിച്ച് വിഷമിച്ച് മാതാവിനോട് വീണ്ടും നോക്കി സങ്കടപ്പെട്ടിട്ട് ഞാൻ ആയിരിക്കുന്ന സ്ഥലത്തോട്ട് ആ തൂണിൻ്റെ ചവിട്ടി ചെന്നില്ല. അതിന് മുമ്പായിട്ട് തന്നെ സാറിൻ്റെ കോള് വന്നു. ഞാൻ അങ്ങോട്ട് മാറി നിന്ന് ആ കോൾ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ 1 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് അനിതേ, അത് പറയാനാണ് ഞാൻ ഫോൺ വിളിച്ചതെന്ന്. എല്ലാവരും ഓരോ അനുഭവങ്ങൾ പറയുമ്പോഴും അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയും ഉടനടി എനിക്ക് കിട്ടിയ അനുഗ്രഹവും എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. എനിക്കത് എങ്ങനെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്നും അറിയത്തില്ല. നിസ്സാരം 2 ലക്ഷം രൂപയേ ഉള്ളായിരിക്കാം, പക്ഷേ അതെനിക്ക് 2 കോടിയുടെ വിലയാണ് എനിക്ക് ആ സമയത്തുണ്ടായിരുന്നത്. പിറ്റേ ദിവസം തന്നെ ഞാൻ ആ പൈസ കൊണ്ട് അടച്ചു. അത്രയും ഒരു ആശ്വാസം ബാങ്കുകാർക്കായി. അങ്ങനെ ഇരിക്കെ എൻ്റെ മോന് പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടായി, ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ നിന്നിട്ട് വീട്ടിലോട്ട് തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ അക്കൗണ്ടിലാണ് 24 രൂപ ഉണ്ടായിരുന്നുള്ളൂ ആകെ. അപ്പം ഞാൻ മോനോട് പറഞ്ഞു, മോനെ 24 രൂപയും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അവനൊരു മാസ്ക് വാങ്ങിക്കണം, ഒരു ചായ കുടിക്കണം, എന്തായാലും നിനക്ക് ഇത് രണ്ടും സാധിക്കാനുള്ള പൈസ എൻ്റെ അക്കൗണ്ടിലുണ്ട്, നീ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവന് ചായ വാങ്ങിച്ചു കൊടുത്തു. ശേഷം ഒരു മാസ്ക് വാങ്ങിക്കാമെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഞങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ കയറി. അവൻ തന്നെ എൻ്റെ GPay ചെയ്ത് കൊടുത്തു. GPay ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഫോൺ ഓൺ ആക്കുമ്പോൾ ആ 24ൻ്റെ സ്ഥാനത്ത് ചായയുടെ ബാക്കിയും പോയിട്ട് 14 രൂപയുണ്ട്. ആ സ്ഥാനത്ത് 1,14,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നു. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, അമ്മ ഈ 1 ലക്ഷം രൂപ എത്ര പെട്ടെന്ന് എങ്ങനെ എൻ്റെ അക്കൗണ്ടിൽ വന്നേ? അപ്പം ഞാൻ അവനോട് രാവിലെ തൊട്ട് പറയുന്നുണ്ടായിരുന്നു, എടാ മാതാവ്, ഇത്രയും ശക്തിയുള്ള മാതാവ് നമുക്ക് ഇത്രയും സംരക്ഷണം തന്നു, ഇനി ആ 1 ലക്ഷം രൂപയും കൂടെ പെട്ടെന്ന് തന്നെ അയച്ചു തരും, മോൻ പ്രാർത്ഥിക്കുക, അതെല്ലാം നമുക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞു. ഈ 2 അനുഭവം എൻ്റെ മോൻ ഒരുപാട് വിശ്വാസം കൂട്ടി. അവൻ്റെ അസുഖങ്ങളും മാറി. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെയാണ് എൻ്റെ അസുഖങ്ങളും മാറിപ്പോയത്. ഇതുകൂടാതെ ആ പിറ്റേ ദിവസം തന്നെ ഞാൻ പിന്നെ വീട്ടിൽ വന്നു. ആ 1 ലക്ഷം രൂപയും കൊണ്ട് അടച്ചു. ഞങ്ങളുടെ ജപ്തി ഒഴിവായി, ആധാരം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. ഈ ഒരു അനുഭവം ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതാണ്. ഇതിന് അമ്മ മാതാവിനോട് ഈശോയോടും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. മോൻ്റെ രോഗസൗഖ്യം ഉണ്ടായി. ഇതുകൂടാതെ എൻ്റെ ഹസ്ബൻഡ് ഓട്ടോറിക്ഷ ഓടിക്കുവാണ്. ഹരിപ്പാട് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ് ഓട്ടോ സ്റ്റാൻഡ്. ഇവിടെ പുതിയ വണ്ടിയാണ് ഓടിക്കുന്നത്. എങ്കിൽ പോലും നിരന്തരം ആൾ കയറുമ്പോൾ ഒരു 4 പേർക്കുള്ളിൽ കയറിക്കഴിഞ്ഞാൽ വണ്ടി സൈഡിലേക്ക് പോകും, ഏതെങ്കിലും വലിയ വണ്ടിയുടെ അടിയിലോട്ട് ചെന്നങ്ങ് കയറും. വളരെ അത്ഭുതത്തിലാണ് അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്നത്. അത് ഒരനുഭവമല്ല, പല അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായി. ഏതെങ്കിലും വലിയ വണ്ടിയുടെ ഇടയ്ക്കോട്ട് ഈ ഓട്ടോറിക്ഷ ഓടിച്ച് കയറുക എന്നുള്ളത്. അപ്പോഴൊക്കെ അന്നൊക്കെ വിറച്ചാണ് രാത്രി കയറി വന്ന് എന്നോട് ഈ വിവരം പറയുന്നത്. ഇന്ന് ഞാൻ എന്തോ ഭാഗ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാ, പാണ്ടിലോറയുടെ അടിയിൽ കയറിയില്ല, സൂപ്പർ ഫാസ്റ്റിൻ്റെ അടിയിൽ കയറിയില്ല എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത അന്ന് മുതൽ അച്ഛനെയും മക്കളെയും എല്ലാവരെയും ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് രാവിലെ പ്രാർത്ഥിച്ച് എല്ലാം ഉപ്പും നാവിൽ തൊട്ട് കൊടുക്കും, തേനും കൊടുക്കും. അങ്ങനെ തന്നെയാണ് ഞാൻ എത്ര തിരക്കൊണ്ടേലും ഞാനത് ചെയ്താണ് വിടുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഫലമായിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം ശരിക്കും ഉണ്ടായിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് ഇന്ന് എന്നോടൊപ്പം ഈ ആൾക്കാരെ നിൽക്കാനുണ്ടായത്. അല്ലെങ്കിൽ പലവട്ടം അപകടം സംഭവിച്ചു കഴിഞ്ഞേന്. അങ്ങനെ ആ ഒരു വലിയ അപകടത്തിൽ നിന്നും എൻ്റെ ഹസ്ബൻഡ് രക്ഷപ്പെട്ടു. ഇപ്പോൾ അങ്ങനൊരു പ്രശ്നമേ ഇല്ല. വണ്ടിയിൽ എത്ര ആൾ കയറിയാലും ഒരു പ്രശ്നമില്ല. നേരെ വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഒരപകടവും ഉണ്ടായിട്ടില്ല. ഈ 3 അനുഭവങ്ങൾ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതാണ്. ഇത്രയും അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾക്ക് തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ഇതുകൂടാതെ ഞാൻ എൻ്റെ അച്ഛനെയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടലുണ്ടാകുമ്പോഴും ഞാൻ ഈ നേർച്ച വസ്തുക്കൾ കൊടുക്കും. പിന്നെ ഒരു ദിവസം അച്ഛന് ഹോസ്പിറ്റലിൽ പോയേ പറ്റുള്ളൂ എന്ന് വാശി പിടിച്ചു. ഞാൻ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അച്ഛനെയും കൊണ്ട് പോകുന്ന സമയത്ത് കാഷ്വാലിറ്റിയിൽ ഭയങ്കര തിരക്കാണ്, ഡോക്ടേഴ്സിൻ്റെ ഒന്നും കിട്ടാനേ ഇല്ല. ഞാൻ അച്ഛനിങ്ങനെ ഓക്സിജൻ മാസ്ക് വെച്ചിട്ട് ആവി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ആ ബെഞ്ചിൻ്റെ ഒരറ്റത്ത് ഒരു +2 വിദ്യാർത്ഥിയാണ്, കാണാൻ നല്ല സുന്ദരിയായ ഒരു മോള്. അത് കിടന്ന് ശ്വാസം കിട്ടാതെ അത് കണ്ണ് തള്ളുവാ നിന്നുകൊണ്ട്. ഞാൻ പെട്ടെന്നാണ് അതിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ കണ്ണ് മുകളിലോട്ട് കയറി നിൽക്കുന്നു.
പിന്നെ അത് രക്ഷയില്ല. ഞാൻ ഓടിച്ചെന്ന് മോളേന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അച്ഛൻ്റെ മാസ്ക് ഒന്നും ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ല. പെട്ടെന്ന് അപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് ഞാനങ്ങ് വെച്ചൊന്ന് കരയുക. അതിനെ നിന്നുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അന്നേരം എൻ്റെ മനസ്സിലങ്ങ് പറയുക, ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവേ കുഞ്ഞിന് സമാധാനം കൊടുക്കണേ, ഇത് കാണാൻ വയ്യ, എൻ്റെ മോനെ പോലൊരു മോളല്ലയോ എന്ന് പറഞ്ഞ് ഞാൻ അതിനെ കെട്ടിപ്പിടിച്ചെന്ന് കരയുക. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പറയുക, കാശ് രൂപ എടുത്ത് കൊടുക്കെന്ന് പറയുക. ഞാൻ എപ്പോഴും നേർച്ച വസ്തുക്കൾ മേടിക്കുമ്പോൾ ഒരു 5 കാശ് രൂപ എൻ്റെ കയ്യിൽ ഞാൻ വെച്ചേക്കും പേഴ്സിൽ. അതുകൂട്ട് ആർക്കെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ പോയി ഓരോരുത്തരെ കാണുമ്പം തീരെ വിഷമിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കരുതുന്നത്. അപ്പോഴാണ് എന്നോട് ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയുന്നത്, കാശ് രൂപ എടുക്കുക. അപ്പം ഞാനിത് മറന്നുപോയ സംഭവമാണ്. 3 കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഓർത്തു, കാശ് രൂപ കൊടുക്കാൻ പറയുന്നല്ലോ, എൻ്റെ കയ്യിൽ എവിടെ ഇരിക്കുന്ന കാശ് രൂപ? ഞാൻ പേഴ്സ് നോക്കുമ്പോൾ 3 കാശ് രൂപ ഉണ്ട്. പെട്ടെന്ന് ഞാൻ ആ കാശ് രൂപ എടുത്ത് മോളുടെ തലയെ തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞു. ഇനി അത്ര ഒരു അവസ്ഥയായിരുന്നു ആ കുഞ്ഞിൻ്റെ. ഡോക്ടേഴ്സൊന്നും നോക്കുന്നില്ല, കാരണം കാഷ്വാലിറ്റിയിൽ അത്ര തിരക്കാണ്. അവരുടെ കുഴപ്പമല്ല, ക്രിട്ടിക്കൽ സ്റ്റേജിൽ വരുന്നവരുടെ പുറകെ ഡോക്ടേഴ്സ് പോവുക. അപ്പോൾ ഇതിനെ 2 ടീച്ചേഴ്സാണ് അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ ടീച്ചേഴ്സ് 2 പേര് ഡോക്ടർമാരെ തിരക്കി വേറൊരു വഴിക്കോട്ട് ഓടുമ്പോഴാണ് ഞാൻ ഈ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് ഇതിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്തായി ടീച്ചേഴ്സ് 2 പേരും എൻ്റെ അടുക്കലോട്ട് ഓടി വരുന്നത്. ആരാ എന്താണെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു വിശ്വാസമായിട്ട് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്, പേരൻസ് ആണോ? അല്ല, ഞങ്ങൾ ടീച്ചേഴ്സാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു വിശ്വാസമാണ് ഞാൻ ചെയ്യുന്നത്, ഇതിലൂടെ കുഞ്ഞ് രക്ഷപ്പെടുന്നത് പേട്ട. ഇത്രയും നേരം ഡോക്ടേഴ്സൊന്നും അടുത്തോട്ട് വന്നില്ലല്ലോ, ഇതിൻ്റെ കണ്ണ് തള്ളൽ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്, ഒന്നും വിചാരിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്തുവാ ചെയ്തേ? ഞാൻ പറഞ്ഞു, കൃപാസന മാതാവിൻ്റെ കാശ് രൂപമാണ്, ഞാൻ അത് വെച്ച് കുഞ്ഞിനെ പ്രാർത്ഥിച്ചതാ. അയ്യോ ചേച്ചി, ഞങ്ങൾക്കൂടെ 2 കാശ് രൂപം താ, ഞങ്ങൾ തിരക്കി നടക്കുമായിരുന്നു പറഞ്ഞു. അപ്പോൾ ശേഷിച്ച 2 കാശ് രൂപം ആ ടീച്ചേഴ്സിനും കൊടുത്തിട്ട് പിന്നെയാണ് ഞാൻ അച്ഛനെ പോലും ശ്രദ്ധിക്കുന്നത്. എൻ്റെ അച്ഛന് 77 വയസ്സുള്ള അച്ഛനെ പോലും മറന്നാണ് ഞാൻ ഈ മോളുടെ പുറകെ ഓടിയേ. പിന്നെ അച്ഛനെയും കൊണ്ട് പെയ്യെ ഞാൻ നടന്നു. ഞങ്ങൾ ഊണ് മേടിക്കുന്നിടത്ത് വന്ന് ക്യൂവിൽ നിൽക്കുമ്പോൾ ഈ ടീച്ചേഴ്സ് പറഞ്ഞുകൊണ്ട് പോന്നു, ആ ചേച്ചിയെ ഒന്നും കൂടെ ഒന്ന് കണ്ടില്ലല്ലോ, എന്നാലും ഇവിടെ കാണാൻ നോക്കാം അവരിങ്ങനെ നോക്കി പോകുമ്പോഴാണ് എനിക്ക് അവരെ ശ്രദ്ധയപ്പെട്ട് ഞാൻ അവരുടെ പുറകെ ഓടിച്ചെന്നു. ആ കുഞ്ഞിന് എങ്ങനെയുണ്ട്? അപ്പോൾ പറയുക, ചേച്ചിയെ തിരക്കി ഞങ്ങൾ നടക്കുമായിരുന്നു. ഡോക്ടറൊക്കെ പിന്നെ വന്നത്. ആ മോക്ക് ചേച്ചി അത്രയും പ്രാർത്ഥിച്ച് കാശ് രൂപം കൊടുത്തപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ പകുതി അസുഖം മാറി. ഇപ്പോഴാണ് ഈ ഇഞ്ചക്ഷൻ എടുത്തതും ഡോക്ടർ വന്നതും എല്ലാം. എനിക്ക് ഇത്രയും ഒരു അനുഗ്രഹം ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ആ അനുഗ്രഹം തന്നെ എൻ്റെ മാതാവിന് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് വൃദ്ധസദനമുണ്ട്. അനാഥരായ അച്ഛനമ്മമാരെയൊക്കെ ഇടയ്ക്ക് പോയി കാണും. അവർക്ക് വൈകിട്ടത്തേക്കുള്ള സ്നാക്സൊക്കെ കൊടുക്കും. പിന്നെ 1-2 പ്രാവശ്യം ഊണും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുകൂടാതെ കായംകുളത്ത് ഹരിപ്പാടൊക്കെ ഒറ്റപ്പെട്ട് കിടക്കുന്ന പാവങ്ങൾ, തീരെ അവശരായി കിടക്കുന്നവർക്ക്, അവർക്ക് എണ്ണീറ്റ് പോയി ഫുഡ് മേടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതനുസരിച്ച് വീട്ടിൽ നിന്ന് ഒരു 5 പൊതിയെങ്കിലും, അത് 5 പൊതിയൊന്നും വെച്ചിട്ട് ഞാൻ ആശാവും കൊണ്ടിരിക്കത്തില്ല. 5 പേരെ കണ്ടെത്തി ഞാൻ എവിടെയൊക്കെ അവർ കിടക്കുന്നെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവരുടെ ആ ഏരിയയിൽ തന്നെ കൊണ്ടുവന്ന് അവർക്ക് 5 പേർക്കും അവരുടെ കൈകളിൽ തന്നെ ഞാൻ കൊണ്ട് എത്തിച്ചു കൊടുക്കും. ഇതുകൂടാതെ ഹരിപ്പാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഭക്ഷണ അലമാരയുണ്ട്. അവിടെ എല്ലാ മാസത്തും ഭക്ഷണം കൊണ്ട് പൊതിച്ചോറ് കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ RCCയിലാണ് ഞാൻ കൂടുതലും പോകുന്നത്. കാരണം എൻ്റെ മൂത്തൊരു മകളുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടായിരുന്ന 22 വയസ്സ് കാണുമായിരുന്നു. കുഞ്ഞിന് ബ്ലഡ് ക്യാൻസർ വന്നിട്ടാണ് മരിച്ചത്. അപ്പോൾ ഞാൻ അന്നൊക്കെ എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ ചെയ്യുമായിരുന്നു എൻ്റെ വീട്ടിൽ വന്ന്, തീരെ ക്രിട്ടിക്കൽ സ്റ്റേജായ അവസ്ഥയിൽ. അന്ന് എനിക്ക് അവർ പ്രാർത്ഥിച്ചിട്ട് പോകുന്നതല്ലാതെ എനിക്ക് ഈശോ എന്താണെന്നോ മാതാവ് എന്താണെന്നോ ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അസുഖം മാറട്ടെ ആ ഒരു മൈൻഡായിരുന്നു. കാരണം എൻ്റെ പ്രായവും അതായിരുന്നു, എനിക്ക് അത്ര പോലെ പക്വതയില്ല, എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ അന്നത്തെ ആ വേദന ഇന്ന് തന്നെ നല്ലപോലെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ RCC പോകുന്നത്. ഹരിപ്പാട്ടു നിന്ന് RCC വരെ പത്രം കൊടുക്കാൻ ചെല്ലുക എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും, ഇതിനായിട്ടാണോ വന്നത്? ഞാൻ പറഞ്ഞു, അതെ, ഇതിനായിട്ട് തന്നെ വന്നേ. കാരണം ഈ നിൽക്കുന്ന RCCയുടെ ഫ്രണ്ടിൽ കാണുന്ന ഓരോ ചെടികളും ഓരോ മൺതരികളും എൻ്റെ തകർച്ച ഒരു നാൾ കണ്ടതാണ്. അന്ന് എനിക്ക് ആരുമില്ലായിരുന്നു, എനിക്ക് മാതാവിനെ ഈശോയെ ഇത്ര ശക്തമായി അറിയത്തില്ലായിരുന്നു. അന്ന് ഞാൻ അനുഭവിച്ച മനോവേദന എനിക്കേ അറിയത്തുള്ളൂ. എവിടെ ചെന്നാൽ എൻ്റെ മോളെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഓട്ടമായിരുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞ് പോയി 2.5 വയസ്സുള്ളപ്പോൾ. അതിനുശേഷം 5 വർഷം കഴിഞ്ഞ് ഞാൻ ആന്ധ്രയിൽ ഒരു സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ ആ സമയത്തുണ്ടായതാണ് എൻ്റെ മോഹനും പിന്നെ ഒരു മോളും ഉണ്ട്. RCCയിൽ ഈ പ്രേക്ഷിത പ്രവർത്തനം നടത്തുമ്പോൾ എല്ലാവർക്കും കാശ് രൂപം ഞാൻ പ്രത്യേകം കൊണ്ടുകൊടുക്കും. കാരണം കുട്ടികൾക്കൊന്നും ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല.
അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ് കൊടുപ്പിക്കത്തില്ല. അവരുടെ പേരൻസിൻ്റെ ഞാൻ വിവരം പറഞ്ഞു കൊടുക്കും, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കൊടുക്കും. മാതാവിൻ്റെ പത്രം അവരുടെ തലക്കെട്ട് കഴിവതും വെച്ച് കൊടുക്കാൻ പറയും. അങ്ങനെയൊക്കെ ഞാൻ RCC പോയി എല്ലാവർക്കും എൻ്റെ അനുഭവം പറഞ്ഞു കൊടുക്കും. കാരണം എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ കിടക്കുമ്പോൾ എനിക്കിങ്ങനൊന്നും പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. അപ്പം നിങ്ങൾ എത്രത്തോളം തകർന്ന ഓരോ മാതാപിതാക്കളും ഇവിടെ കഴിയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളെ തേടി തന്നെയാണ് ഇത്രയും ദൂരത്തുനിന്ന് ഞാനിവിടം വരെ വരുന്നത്. അങ്ങനെ അവർക്കെല്ലാം കൊടുക്കും. അവരോടൊപ്പം ഞാനും അവിടെ നിന്ന് പൊതിച്ചോറ് വാങ്ങിച്ച് കഴിക്കും. രാവിലെ 7 മണിയുടെ ഹരിപ്പാട് നിന്നുള്ള ട്രെയിനിൽ കയറിയാൽ പിന്നെ ഞാൻ രാത്രിയിലാണ് തിരിച്ചു വരുന്നത്. കഴിവതും അവരോട് തന്നെ ആ പരിസരത്ത് തന്നെ ഞാൻ സമയം ചെലവഴിക്കും. എത്രത്തോളം ആശ്വാസം അവർക്ക് പറഞ്ഞു കൊടുക്കാവോ അത്രയും ഞാൻ ചെയ്തു കൊടുക്കും. നിങ്ങൾ എങ്ങനെയെങ്കിലും കൃപാസനത്തിലൊന്ന് വന്നെത്ത്, നിങ്ങളുടെ കുഞ്ഞ് രക്ഷപ്പെടും, നിങ്ങൾ ഉപേക്ഷ വിചാരിക്കരുതെന്ന് തന്നെ ശക്തമായി ഞാൻ അവരോട് പറയും. കാരണം എൻ്റെ അനുഭവങ്ങൾ അത്ര വലുതാണ്. എൻ്റെ കുഞ്ഞിനെ കിട്ടാത്ത ആ ഒരു ഭാഗ്യം നിങ്ങളുടെ കുഞ്ഞിനെ കിട്ടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുകൊണ്ടാണ് നിങ്ങളോട് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ വന്നേ പറ്റുകയുള്ളൂ എന്ന് തന്നെ ഞാൻ പറയും. അവസാനം അവരെനിക്ക് ഉറപ്പും തരും. അങ്ങനെ ഒരു പ്രാവശ്യം പോയി എനിക്ക് എല്ലാവരുടെയും അവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞപ്പം പിന്നെ ഞാനിപ്പം നിരന്തരം എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എനിക്ക് അവിടോട്ട് പോകാനാണ് ഇഷ്ടം. കാരണം RCCയിൽ ആദ്യം ചെല്ലുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഭയങ്കര ചെക്കിങ്ങാണ്, ക്യാമറയുണ്ട്, അവർ പത്രം പിടിച്ചു വയ്ക്കും. ഞാൻ ഇപ്പോൾ ചെല്ലുമ്പം ഓട്ടോ സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ ആ ചേട്ടന്മാർക്ക് ആദ്യം കൊടുക്കുമ്പോൾ അവർ തന്നെ പറയും RCC പോകാനാണെങ്കിൽ പോകരുത്, ഭയങ്കര ചെക്കിങ്ങാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ ഇത്രയും ദിവസം പോയിട്ട് തന്നെ ആരും പിടിച്ചു വെച്ചില്ല, ഇനി പിടിച്ചു വെക്കുന്നെങ്കിൽ വെക്കട്ടെ, എനിക്കറിയാം അതിൻ്റെ കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ. ഇനി ആരാണ് SP ആണെങ്കിൽ പോലും എനിക്ക് പറയാനുള്ള കഴിവുണ്ട്. കാരണം ഞാനതൊരു മതപരിവർത്തനമല്ല നടത്തുന്നത്, ഒരു കുഞ്ഞ് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഞാൻ അനുഭവസ്ഥയാണ്, ഞാൻ അതുപോലെ തകർന്ന് തരിപ്പണമായ ഒരു അമ്മയാണ്. അതുപോലെ ഒത്തിരി അമ്മമാർ ഈ RCCയിലുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് വന്നത്, അല്ലാതെ ഞാൻ മറ്റൊരു ഉദ്ദേശത്തിലല്ലാന്ന് എനിക്ക് പറയാനറിയാം. അപ്പോൾ അവർ ബാക്കി നടപടി എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അങ്ങനെ തന്നെ പറഞ്ഞാൽ ഞാൻ RCC പോകുമ്പോൾ കൂട്ടത്തിൽ അവിടെ SAT ഉണ്ട്, ശ്രീ ചിത്ര മെഡിക്കൽ സെൻ്റർ ഉണ്ട്, അങ്ങനെ 4 ഹോസ്പിറ്റൽ ഉണ്ടല്ലോ അടുത്തടുത്ത്. അവിടെ എല്ലായിടവും പോകും. എല്ലായിടവും ഈ ഫ്രഷായിട്ടുള്ള പത്രം കൊടുത്തു കഴിയുമ്പോൾ കാണുന്ന കാഴ്ച അതിനെക്കാട്ടി വേദനാജനകമാണ്. വായിച്ചു കഴിഞ്ഞിട്ട് മാതാവിൻ്റെ പത്രം താഴെ ഇട്ട് ചവിട്ടി തേക്കുന്നതും കാണാനുള്ള ഇടയായിട്ടുണ്ട്. അത് കാണുമ്പോൾ സഹിക്കത്തില്ല. ഫ്രഷായിട്ടുള്ള പത്രം എല്ലാവർക്കും കൊടുത്തിട്ട് എൻ്റെ ജോലി പ്രത്യേകം ഒരു കിറ്റും കൊണ്ടുപോകും. ഈ താഴെ ചവിട്ടി മെതിക്കുന്ന പത്രം എല്ലാം എടുത്ത് കവറിലാക്കി വീട്ടിൽ കൊണ്ടും സൂക്ഷിച്ചു വെക്കും. കാരണം ആ പത്രത്തിൻ്റെ മൂല്യം എന്താണെന്നുള്ളത് അനുഭവിച്ചവർക്കല്ലേ അറിയാൻ പറ്റൂ. അതുകൊണ്ട് അത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റത്തില്ല. അത് ഞാൻ പെറുക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവരും. ഇത്രയൊക്കെയാണ് മാതാവിലൂടെ എനിക്ക് ചെയ്യാൻ പറ്റിയത്. ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല മാതാവിനെ ഈശോയും വിളിക്കുന്നത്. എൻ്റെ മക്കളോടും പറയും, നിത്യത വരെ നമുക്ക് മാതാവിനെ ഈശോയും ചേർത്ത് പിടിച്ചാൽ മാത്രമേ ഇനി മുമ്പോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളെന്നും മാതാവിനെ ഈശോയോടും പറഞ്ഞ് ഞാൻ പറയുന്ന പോലെ തന്നെ പ്രാർത്ഥിക്കണമെന്ന് പറയും. അങ്ങനെ ഞങ്ങളിപ്പോൾ വളരെ സമാധാനവും സന്തോഷമായിട്ടാണ് ഉടമ്പടിയെടുത്ത കാലം മുതൽ ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ. ഇനി മുന്നോട്ട് മാതാവ് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുമെന്ന പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാണ്. ഇത്രയും അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾക്ക് നേടിത്തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജെറമിയ 24:6 ഞാൻ അവരെ കടാക്ഷിച്ച് അവർക്ക് നന്മ വരുത്തും, ഈ ദേശത്തേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യും. ഞാൻ അവരെ പണിതുയർത്തും, നശിപ്പിക്കുകയില്ല. ഞാൻ അവരെ നടും, പിഴുതു കളയുകയില്ല. അനിത എന്ന ഈ അക്രൈസ്തവ മകളുടെ ഉജ്ജ്വലമായ മരിയൻ ഉടമ്പടി സാക്ഷ്യമാണ് നാം കേട്ടത്. അമ്മ മാതാവിൽ ശരണപ്പെട്ടു തുടങ്ങിയ സാഹചര്യം എങ്ങനെയെന്ന്, ജീവിതം ആകെ തരിപ്പണമായ കടബാധ്യതകളാൽ കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന ജപ്തിയുടെ വക്കിലെത്തിയ കുടുംബം അമ്മയുടെ അരികിൽ ഉടമ്പടി എടുത്ത ശേഷം പൂർണ്ണമായി അമ്മയിൽ ശരണപ്പെട്ട് വിശ്വസിച്ച് ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ അത്ഭുതകരമായ ഇടപെടൽ അമ്മ മകളുടെ ജീവിതത്തിൽ നൽകിയതാണ് നമ്മോട് പങ്കുവച്ചത്. ജോസഫച്ചൻ്റെ കൈവപ്പ് ശുശ്രൂഷ ഈ നാളുകളിൽ ജീവിതത്തിൻ്റെ വലിയ വിഷയങ്ങളുമായി അമ്മയുടെ അരികിൽ തേടി വരുന്ന ഓരോരുത്തർക്ക് ലഭിക്കുന്ന സവിശേഷമായ അനുഗ്രഹത്തിൻ്റെ അടയാളമാണ്. നാം അച്ഛൻ്റെ അരികിൽ ഒരു നിയോഗം അല്പം പോലും കറയില്ലാതെ വിശുദ്ധമായ മനസ്സോടുകൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ അണയുന്നുവെങ്കിൽ അത് അപ്പോൾ തന്നെ ഏറ്റെടുത്ത് ജീവിത വിഷയങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നത് അറിയാനാവും.
അത് തന്നെയാണ് സഹോദരി സൂചിപ്പിച്ചത്. അച്ഛൻ, ഞാൻ കണ്ണീരോടെ വാവിട്ട് നിലവിളിച്ച് അച്ഛനെ ആശീർവദിക്കുമ്പോൾ എൻ്റെ വീടും സ്ഥലവും 2 നാൾ കഴിഞ്ഞ് നഷ്ടപ്പെടും എന്നത് ഞാനിങ്ങനെ ഏങ്ങലടിച്ച് അച്ഛൻ്റെ അരികിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് തിരികെ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആ ജപ്തി നടപടി ഒഴിവാക്കുവാനുള്ള വഴി അമ്മ മാതാവ് തുറന്നു തരുന്നു. അതാണൊരു വ്യക്തി വിളിക്കുകയും കാര്യം തിരക്കുകയും കാണുവാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് കൂടിയും തിരക്കിയെത്തി കാണുകയും കാര്യം തിരക്കി 1,00,000 രൂപ 2-3 ദിവസം കൊണ്ട് അടയ്ക്കുവാൻ വേണ്ടി അക്കൗണ്ടിൽ കൊടുക്കുകയും ചെയ്തത്. വീണ്ടും അല്പ ദിവസം കഴിയുമ്പോൾ സഹോദരി പറയുന്നുണ്ട്, എൻ്റെ അക്കൗണ്ടിൽ 24 രൂപ മാത്രമേ ഉള്ളൂ, മകനൊരു ചായ വാങ്ങിക്കൊടുക്കണം, ഒരു മാസ്ക് വാങ്ങിക്കൊടുക്കണം, അതിനുവേണ്ടി ചായ കുടിച്ച് 10 രൂപ കൊടുത്ത് 14 രൂപയുമായി അടുത്തൊരു കടയിൽ മാസ്കിന് വേണ്ടി കയറി GPay ചെയ്യാൻ നോക്കുമ്പോൾ അതിൽ 1,00,000 രൂപ അക്കൗണ്ടിൽ കയറിയിരിക്കുന്നുവെന്ന്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ അർഹതയില്ലാത്തത് കൂടി ദൈവം അനുഗ്രഹിച്ച് നമ്മുടെ കരങ്ങളിലേക്ക് വെച്ചു തരുന്നത് ഉടമ്പടിയുടെ നിരന്തരമായ സാക്ഷ്യമാണ്. സഹോദരി നിറക്കണ്ണുകളോടെ നല്ല മനസ്സോടും നന്ദിയോടും അമ്മയുടെ അരികിൽ ഈ വിഷയങ്ങൾക്ക് നന്ദി പറയുകയാണ്. മകൻ്റെ രോഗം സൗഖ്യപ്പെട്ടത്, ജപ്തി നടപടി മാറിപ്പോയത്, വിശ്വാസം സ്ഥിരത കിട്ടിയത്, ജീവിത പങ്കാളിയുടെ ഓട്ടോ പുതിയതാണെങ്കിൽ കൂടിയും 4 പേർ കയറുമ്പോൾ തന്നെ അതൊരു വശത്തേക്ക് ചരിഞ്ഞുപോയി വാഹനങ്ങൾക്കടിയിലേക്ക് പോകുന്ന വിധത്തിൽ അപകടകരമായി ഓടിക്കൊണ്ടിരുന്നത്, അതെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചും കുടുംബത്തെ മുഴുവനും അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചും ഉടമ്പടി തൈലം ഓരോരുത്തർക്കും പൂശി അമ്മ മാതാവിൻ്റെ വലിയ സംരക്ഷണത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്യുമ്പോൾ അത് വലിയ അനുഗ്രഹത്തിന് കാരണമായെന്ന് സഹോദരിയുടെ സാക്ഷ്യം അത് കൂടുതൽ കൃപയായിത്തീരുന്നത് അതിൻ്റെ കാരുണ്യ പ്രവൃത്തികളിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലുമാണ്. പ്രേക്ഷിത പ്രവർത്തനത്തിന് ഹരിപ്പാട് നിന്ന് ട്രിവാൻഡ്രം വരെയും RCC വരെ എത്തി പണ്ട് തൻ്റെ മകൾ മരിച്ചുപോയതിന് എനിക്ക് പറഞ്ഞു തരുവാൻ കൃപാസനത്തെക്കുറിച്ച് അറിയിക്കുവാൻ ആരുമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ക്ലേശത്തോടു കൂടി ധൈര്യത്തോടു കൂടി എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ആകെ തകർന്ന് തരിപ്പണമായിരിക്കുന്ന അമ്മമാർക്ക് വേണ്ടി അവിടെ പോയി ചെയ്ത് അവർക്ക് അമ്മ മാതാവിനെ കുറിച്ച് പറഞ്ഞ് കൃപാസനം പത്രം കൊടുത്ത് അവരുടെ വിശ്വാസത്തെ ബലപ്പെടുത്തി അവർക്ക് അമ്മ മാതാവിൻ്റെ കാശുരൂപം കൈമാറി അത് കുഞ്ഞുങ്ങളുടെ അരികിൽ സൂക്ഷിക്കണമെന്ന് ഉറപ്പിച്ച് അവരുടെ വിശ്വാസ ജീവിതത്തെ കൂടുതൽ ആഴപ്പെടുത്തുകയും സൗഖ്യത്തിലേക്ക് നയിക്കുവാൻ ഒരു വഴി തുറന്നു കൊടുക്കുകയും ചെയ്യുന്നത് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അമ്മയുടെ അരികിൽ ആര് നിഷ്കളങ്ക മനസ്സോടുകൂടി എത്തുന്നോ, മുഴുവൻ ശരണം വെച്ചെത്തുന്നുവോ, സംശയിക്കാതെ പ്രാർത്ഥിക്കുന്നുവോ, അവരുടെ ഏതു വലിയ ജീവിത വിഷയവും അമ്മ ഏറ്റെടുത്ത് പരിഹാരം നൽകി ജീവിതത്തിന് ശുഭകരമായ ഭാവി, അത് ഭാരങ്ങൾ ലഘൂകരിക്കുന്ന അവസ്ഥ, അസാധ്യമെന്ന് കരുതുന്ന ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി സമാധാനവും സന്തോഷവും നൽകുന്ന അവസ്ഥകൾ അമ്മ കൈമാറുന്നത് കാണാനാവും. അതിൻ്റെ വളരെ ഉജ്ജ്വലമായ അനുഭവങ്ങളുടെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. കണ്ണീരൊപ്പി കരം പിടിച്ച് കരുതലോടെ ദൈവസ്നേഹത്താൽ വഴി നടത്തിയ അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും സവിശേഷമായ സ്നേഹത്തിന് ഈ കുടുംബത്തിന്